Hello, JEE aspirants, good evening. This is Xylem JEEnius, our crash program. In the wave optics discussion, we are doing wave optics. Wave optics discussion ആണ് മക്കളെ വേവ് ഓപ്റ്റിക്സിൻ്റെ ഡിസ്കഷനാണ്. എന്തായാലും ഫസ്റ്റ് മെയിൻസ് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം നിങ്ങളുടെ മെയിൻസ് നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നാണ്, അത് നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നല്ല. മേ ബി ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ഒരു പക്ഷേ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ റിവിഷൻ പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ എത്താതിരുന്നത്. സോ അത് ശരിക്കും ഒരു കോൺഫിഡൻസ് ഫാക്ടറാണ്. ബിക്കോസ് ഒന്ന് എൻ സി ആർ ടി ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഇത് സുഖമായിട്ട് ചെയ്യാവുന്ന ഒരെണ്ണമാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ബേസിക് കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിക്കുക. അങ്ങനെ ഒരുപാട് ഹൈ ലെവലിലേക്കൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പോകരുതെന്നും പറയുന്നില്ല. യു ക്യാൻ ഗോ, ബട്ട് ഞാൻ പറയുന്നത് ബേസ് ലെവലിൽ എൻ സി ആർ ടി നന്നായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള സ്കോർ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യാ ബാസിത്ത്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യാ യെസ്, സോ യു ആർ സ്റ്റാർട്ടിങ്. യെസ്, വി ആർ സ്റ്റാർട്ടിങ് വേവ് ഓപ്റ്റിക്സ്. ഇതിലെ ബേസിക് ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്കത് ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ നമുക്കിത് ആസ് മച്ച് ആസ് പോസിബിൾ നമുക്ക് ചെയ്യാം. ഓക്കെ, എനിവേ വെരി വെരി ഗുഡ് ഈവനിങ് അഗെയിൻ ടു ഓൾ ഓഫ് യു. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, കോഹറൻറ്റ് സോഴ്സസ് ആണ്. കോഹറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് സോഴ്സസ് ആയിരിക്കണം, അത് പിന്നെ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സെയിം വേവ് ലെങ്ത് അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. ഒബ്വിയസ്ലി രണ്ടും നമ്മൾ സംസാരിക്കുന്നതൊക്കെ ലൈറ്റ് വേവ്സിനെ കുറിച്ചാണ്, അപ്പോൾ രണ്ടിനും ഒരേ സ്പീഡായിരിക്കും. സ്പീഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. അതേസമയം ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച്, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കരുത്. അത്തരം പിന്നെ വേവ്സിനെ അല്ലെങ്കിൽ അത്തരം സോഴ്സുകളെയാണ് നമ്മൾ കോഹറൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പോയിൻ്റ് പറഞ്ഞോട്ടെ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ കോഹറൻ്റ് ആണോ? രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ കോഹറൻ്റ് അല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ അവരുടെ കോഹറൻസ് എത്ര സമയം വരെ അവർ കോഹറൻ്റ് ആണ് എന്ന് എൻ സി ആർ ടിയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ദർ ഇസ് എ ടൈം ഗിവൺ ഇൻ എൻ സി ആർ ടി, അത്ര സമയം വരെ അവർ കോഹറൻ്റ് ആയിരിക്കും. ബിയോണ്ട് ദാറ്റ് ദേ ആർ നോട്ട് കോഹറൻ്റ് എന്ന് എൻ സി ആർ ടിയിൽ എഴുതിയിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ജസ്റ്റ് റെഫർ ചെയ്യുക, ആ വാല്യൂ ഒന്ന് വായിച്ച് നോക്കുക. എക്സാമിന് ചോദിച്ചാലൊരു പ്രശ്നമല്ലേ. എനിവേ, നമുക്കിവിടേക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് കോഹറൻറ്റ് സോഴ്സസ് ആണ്, അവരുടെ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ആണ്. ആൻഡ് ദേ ഇൻ്റർഫിയറൻസിൽ നിങ്ങൾക്കറിയാം മാക്സിമം ഉണ്ടാവും, മിനിമം ഉണ്ടാകും. ഇതിലെ മാക്സിമം മിനിമം റേഷ്യോ 25 ആണെങ്കിൽ ആ രണ്ട് സോഴ്സുകളുടെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇവിടെ ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി I1 ആണെന്ന് വിചാരിക്കുക, അതർ സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി I2 ആണെന്ന് വിചാരിക്കുക. സോ വൺ ഈസ് I1 ആൻഡ് ദ അതർ ഈസ് I2. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. വി ഓൾസോ നോ ദാറ്റ് രണ്ട് സോഴ്സുകൾ മാക്സിമം ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വാല്യൂ √I1 + √I2 ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. അതുപോലെ മിനിമം ഇൻറ്റൻസിറ്റി I minimum is given by √I1 minus സ്ക്വയർ. √I1 minus √I2 ഹോൾ സ്ക്വയർ ആണ് ഇതിൻ്റെ മിനിമം ഇൻറ്റൻസിറ്റി. ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ധൈര്യമായിട്ട് എഴുതാം, I maximum ഡിവൈഡഡ് ബൈ I maximum by I minimum എന്ന് പറയുന്നത് 25 ആണ്. It's given as 25. This is actually equal to I maximum √I1 plus √I2 ഹോൾ സ്ക്വയർ അല്ലേ. അതിന് താഴെ നിങ്ങൾക്ക് √I1 minus √I2 ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വാട്ട് നെക്സ്റ്റ്? അടുത്തെന്താണ് ചെയ്യേണ്ടത്?
അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? Safwan already got the answer. Very good. Oh yeah, very good. Kenas, Space Dreamer, very good. Happy to see you all. ഇതിൻ്റെ റേഷ്യോ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യു ക്യാൻ ഈസിലി സോൾവ് ദാറ്റ് വൺ. രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് യു ഗെറ്റ് 5 ഈക്വൽ ടു √i1 പ്ലസ് √i2 ബൈ √i1 മൈനസ് √i2. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ദിസ് വിൽ ഗിവ് യു, ഇതിൽ നിന്ന് 5 √i1 മൈനസ് 5 √i2 ഈക്വൽ ടു √i1 പ്ലസ് √i2 കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ 5 √i1 എവിടെയുണ്ട്? അവിടെ ഒരു √i1 ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് എഴുതാം? യു ക്യാൻ റൈറ്റ് 5 മൈനസ് 1, അത് 4 √i1 കിട്ടും. 4 √i1 കിട്ടും. ഈ മൈനസ് 5 √2 അങ്ങോട്ട് പോയാൽ അത് 6 √i2 കിട്ടും. റൈറ്റ്. വീണ്ടും സ്ക്വയർ ചെയ്യാം. വീണ്ടും സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 16i1 ഈക്വൽ ടു 36i2 കിട്ടും. 1636 രണ്ടിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് വിൽ ഗിവ് യു 4, ദിസ് വിൽ ഗിവ് യു 9. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് 4i1 ഈക്വൽ ടു 9i2 ആണ്. നിങ്ങളോട് ചോദിക്കുന്നത് i1/i2 ആണ്. സോ i1/i2 എത്രയാണെന്ന് ചോദിക്കാം. ഞാനിവിടെ സൈഡിൽ എഴുതാം. i1 ഡിവൈഡഡ് ബൈ i2 ആണ് ചോദിച്ചത്. അത് 9/4 ആയിരിക്കും. ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സെറ്റായി. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിക്കുക. ഇത് പഠിക്കാതെ അങ്ങോട്ട് പോകണ്ട. ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ മസ്റ്റായിട്ട് പഠിക്കുക. ഇതിനൊരു അഡ്വാൻറ്റേജ്, ഫസ്റ്റ് ഇയറിലെ വേവ്സിലും ഇത് വന്നേക്കാം. ഈ റേഷ്യോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇയറിലും വന്നേക്കാം. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണെന്ന് പഠിക്കുക. മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ. ഓക്കെ അല്ലേ? യെസ്. യാ. അടുത്തത്, പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻ്റർഫിയറിംഗ് വേവ്സ് അറ്റ് എ പോയിൻ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് λ/6. യാ, വെരി ഗുഡ്. നയന ഗോട്ട് 3, അബ്ദുൽ ബാസിദിന് 3 കിട്ടി, സ്പേസ് ഡ്രീമറിന് 3 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോ. ഞാൻ ഡിസ്കഷൻ തുടങ്ങട്ടെ. 2 വേവ്സ് തമ്മിലുള്ള പാത്തിലെ ഡിഫറൻസ് λ/6 ആണ് ഫ്രം ദ സെൻട്രൽ മാക്സിമം. റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് ആൻഡ് ദാറ്റ് അറ്റ് ദ സെൻട്രൽ ഫ്രിഞ്ച് വിൽ ബി. ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അവിടെ 2 സോഴ്സുകളുണ്ടാവും. ഈ 2 സോഴ്സുകളിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. സെൻറ്റർ പോയിൻറ്റിൽ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്, മറ്റേതോ ഒരു പോയിൻറ്റിലും ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. സെൻട്രൽ പോയിൻറ്റിൽ ഒരു ഇൻറ്റൻസിറ്റി, മറ്റൊരു പോയിൻറ്റിൽ ഇൻറ്റൻസിറ്റി. ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ബേസ്ഡ് ഓൺ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാത്ത് ഡിഫറൻസ് തരുന്നില്ലേ? എന്താണ് പാത്ത് ഡിഫറൻസ്? വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ്? ഇറ്റ്സ് വെരി സിമ്പിൾ. അസ്യൂം ദാറ്റ് ഒരാൾ എ, മറ്റൊരാൾ ബി, ഇവർ 2 ആൾക്കാർ ഏതോ ഒരു പോയിൻറ്റിലേക്ക് നടന്നു വരുന്നു. പി എന്നുള്ളൊരു പോയിൻറ്റിലേക്ക് നടന്നു വരുന്നു. എ നടന്നു വരുന്നത് ഇങ്ങനെയാണ്, ബി നടന്നു വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 2 പേരും നടക്കുന്ന പാത്തുകളാണ് കാണിച്ചിരിക്കുന്നത്. ഈ 2 പാത്തുകൾക്ക് ഒരേ ലെങ്ത് ആണോ അതോ ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതിലെ ആദ്യത്തെ പാത്ത് 14 മീറ്റർ ആണെന്നും രണ്ടാമത്തേത് 16 മീറ്റർ ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അത് 16 - 14, 2 മീറ്റർ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ സാധനത്തിനെയാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ 2 ആൾക്കാർക്ക് പകരം 2 വേവ്സ് വരുന്നു. ഒരു വേവ് ഇതാ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരുന്നു. അനദർ വേവ് കംസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇങ്ങനെ വേവ്സ് ട്രാവൽ ചെയ്യുമ്പം അവർ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാകാം. ഈ പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പം ഈ പാത്ത് ഡിഫറൻസ് 0, λ, 2 λ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കവിടെ മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. ഇത് λ/2, 3 λ/2, അതായത് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കവിടെ മിനിമം കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് മാക്സിമം ആവണമെങ്കിൽ ഏതൊക്കെ വേണമെന്ന് ആലോചിച്ച് നോക്കുക. പാത്ത് ഡിഫറൻസ് മിനിമം ആണെങ്കിൽ ഏതൊക്കെ വേണമെന്ന് നോക്കാം. ഇനി പാത്ത് ഡിഫറൻസ് തന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്. അതിലൊരെണ്ണം റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഈസ് ഗിവൺ ബൈ 4i cos square 5/2. ഇതാണ് ഒരു ഇക്വേഷൻ. ഇതിൽ i എന്ന് പറയുന്നത് i ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് 1 സോഴ്സ്.
ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. IR എന്താണ്? രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ടോട്ടൽ ഇൻറ്റൻസിറ്റിയാണ്, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയാണ്. ഫൈ എന്താണ്? ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് ആണ്. സെറ്റല്ലേ? ഫൈ ഫേസ് ഡിഫറൻസ്, I ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അങ്ങനെ രണ്ട് സോഴ്സുകളുണ്ട്, അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് λ/6. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ എത്ര ഉണ്ടാക്കുന്നു? ഈ മറ്റേ പോയിന്റിൽ എത്ര ഉണ്ടാക്കുന്നു? ആദ്യമായിട്ട് സെൻറ്ററിലെ കാര്യം പറയാം. സെൻറ്ററിൽ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ വെരി ഗുഡ് ഐ എം സോ ഹാപ്പി. അബ്ദുൽ ബാസിത്തും മുഹമ്മദ് സഫാനും ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ് നൈസ്. ഓക്കെ, ക്യുക്കാണല്ലോ, വെരി ഗുഡ്. എന്തായാലും ഈ വർഷം ഈ അടുത്ത എക്സാമിന് നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യണം. സെൻറ്ററിൽ ഫൈ = 0 ആണ്. സെൻറ്ററിൽ ഫൈ = 0 ആണെങ്കിൽ റിസൾട്ടൻ്റ് എത്രയായിരിക്കണം? റിസൾട്ടൻ്റ് സെൻറ്റർ എന്ന് പറയുന്നത് 4i cos സ്ക്വയർ 0/2 ആണ്. കോസ് സ്ക്വയർ 0/2 0 അല്ലേ? അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ cos 0 തന്നെയാണ്. cos 0യുടെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ? cos 0 = 1. cos 0 = 1. cos 0യുടെ സ്ക്വയറിനെയാണ് cos 0 = 1. cos 0 = 1. നമ്മൾ പറയുന്നത് cos 0യുടെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? cos സ്ക്വയർ 0 എന്ന് പറയുന്നത്. അപ്പോൾ അത് 1 സ്ക്വയർ ആണ്, അത് 1 ആണ്, നമുക്കറിയാമല്ലോ. സോ വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ? നമ്മളിപ്പോൾ പഠിച്ച ഇൻറ്റൻസിറ്റി എത്രയായിരിക്കണം? അത് 4i ആണ്. ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ എത്രയാണ്? 4i. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ എത്രയാണ്? 4i ആണ്. I ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്, അപ്പോൾ സെൻറ്ററിൽ അതിൻ്റെ 4 ടൈംസ് ആണ്, അല്ലേ? നമ്മളോട് പറയുന്നത് മറ്റേ പോയിന്റ്. വാട്ട് അബൌട്ട് ദ അതർ പോയിന്റ്? ലെറ്റ് us say അതർ പോയിന്റ്. ഈ അതർ പോയിന്റിൽ പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/6. ഈ പാത്ത് ഡിഫറൻസിനെ നമ്മൾ Δx എന്നാണ് എഴുതുന്നത്. ഈ Δx എത്രയാണ്? λ/6. മക്കളെ, Δx λ/6 കിട്ടിയാൽ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാവുന്ന ഒരു അടിപൊളി ടെക്നിക്കുണ്ട്. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ ഇക്വേഷൻ നോക്കൂ. ഫേസ് ഡിഫറൻസ് = 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതിൽ 2π/λ മൾട്ടിപ്ലൈഡ് ബൈ λ/6. λ ക്യാൻസൽ. 2π/6 will give you π/3. π/3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ഞാൻ ടെക്നിക്ക് പറയട്ടെ. ഒരു വേവ് ലെങ്ത്ത് 360 ഡിഗ്രിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ λ/6 എത്ര ഡിഗ്രി ആയിരിക്കണം? 360/6 ആയിരിക്കണം. എത്രയാണ്? 60 ഡിഗ്രി. ഈ ഐഡിയ ഉള്ളവർക്ക് ഈക്വേഷൻ്റെ ആവശ്യമില്ല. λ/6 എന്ന് കേൾക്കുമ്പോൾ തന്നെ 60 ഡിഗ്രി എന്ന് മനസ്സിൽ വരും. സപ്പോസ് λ/3 ആണ് തന്നതെങ്കിലോ? λ/3 ആണെങ്കിൽ എത്രയായിരിക്കും ഫേസ് ഡിഫറൻസ്? അപ്പോൾ ആലോചിച്ച് നോക്കുക. 360/3 120 ഡിഗ്രി ആയിരിക്കും. λ/4 ആണെങ്കിൽ എത്രയായിരിക്കും? 360/4 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഈസിയാണ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ പാത്ത് ഡിഫറൻസ് എത്ര കിട്ടുന്നത്? ഫേസ് ഡിഫറൻസ് എത്ര കിട്ടുന്നത്? അത് 60 ഡിഗ്രി കിട്ടി. അപ്പം രണ്ടാമത്തെ പോയിന്റിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. അത് 4i ഇൻറ്റു cos സ്ക്വയർ 60/2 ആണ്. 4i cos 60/2 എന്ന് പറഞ്ഞാൽ അത് cos 30 അല്ലേ? cos 30യുടെ സ്ക്വയറിനെയാണല്ലോ cos സ്ക്വയർ 30 എന്ന് പറയുന്നത്. cos 30യുടെ സ്ക്വയർ √3/2ൻ്റെ സ്ക്വയറാണ്. എത്ര കിട്ടുന്നു? 3/4 കിട്ടും. അപ്പോൾ ഇവിടെ 4i ഇൻറ്റു 3/4 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 3i ആണ്. അടിപൊളി. അപ്പോൾ നമുക്ക് പറയാം റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി, ഇതിനെ ഞാൻ I അറ്റ് ദ പോയിന്റ് എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ I അറ്റ് ദ സെൻറ്റർ. എത്രയാണ്? 3i ഡിവൈഡഡ് ബൈ 4i. ഹോ ഗൈ 3/4 ആണ്. ഓപ്ഷൻ നോക്കുക, 0.75 ആണ് ആൻസർ. ഓപ്ഷൻ 1 ആണ് ആൻസർ. വെരി ഗുഡ് ബാസിത്ത് ആൻഡ് സഫാൻ, നിങ്ങൾക്കിത് നേരത്തെ കിട്ടിയല്ലോ. അപ്പോൾ ഇത് കാണുന്ന മറ്റു കുട്ടികളും ഇതുപോലെ ക്യുക്കായിട്ട് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. 3/4.
ഓക്കെ റൈറ്റ്. അടുത്തതിലേക്ക് പോട്ടെ. നമുക്കിത് അടിച്ചു പൊളിച്ച് ചെയ്യാനുള്ളതാണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 12 fringes 12 fringes are observed to be formed in a certain region of the screen when light of wavelength 600 nanometer is used. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. സ്ക്രീനിൽ ഒരു certain region, assume that ഇതാണ് ആ റീജിയൻ എന്ന് വിചാരിക്കുക. ഈ റീജിയനിൽ എത്ര ഫ്രിഞ്ചസ് ആണ് കാണുന്നത്? 12 ഫ്രിഞ്ചസ് ആണ് കാണുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ 12 എണ്ണം കാണുന്നു. ഇത് 12 ഉണ്ട് എന്നൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ പറയുന്നു ഇത് 12 എണ്ണമാണ്. 12 ഫ്രിഞ്ചസ് ആണ് അവിടെ കാണുന്നത്. ഒരു ഫ്രിഞ്ചിൻ്റെ വിഡ്ത്തിനെ ഞാൻ β1 എന്ന് വിളിക്കട്ടെ. ഒരു ഫ്രിഞ്ചിൻ്റെ വിഡ്ത്തിനെ β1 എന്ന് വിളിക്കട്ടെ. അതായത് ഇവിടെ കാണുന്ന ഈ ഒരു എണ്ണത്തിൻ്റെ വിഡ്ത്തിനെ ഞാൻ β1 എന്ന് വിളിക്കട്ടെ. അങ്ങനെ എത്ര എണ്ണമുണ്ട് ഇവിടെ? 12 β1 ഉണ്ട്. ഈ 12 β1 എന്ന് പറയുന്നതായിരിക്കില്ലേ ഈ സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് എക്സ്, അതിൻ്റെ ലെങ്തായ എക്സ്. ഇതാണ് ആദ്യത്തെ ഐഡിയ. 12 β1 ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അടുത്ത് പറയുന്നത് എന്താ? If the light of wavelength 400 nanometer is used, ആദ്യം യൂസ് ചെയ്തത് 600 ആണ്, ഇപ്പോൾ രണ്ടാമത് നമ്മൾ 400 ആണ് യൂസ് ചെയ്തതെങ്കിൽ എത്ര ഫ്രിഞ്ചസ് അവിടെ കാണാൻ പറ്റും? അപ്പോൾ ഇതേ സ്ക്രീനിലാണ്, അപ്പോൾ എക്സിന് മാറ്റമില്ല, പക്ഷേ വേവ് ലെങ്ത് മാറുന്നതുകൊണ്ട് β2 ആയിട്ട് മാറി. എത്ര എണ്ണം കണ്ടുപിടിക്കും? എത്ര എണ്ണം ഉണ്ടാവും? ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു 4ാം ക്ലാസ്സിൽ ലോജിക്ക് മതി. രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 12 β1 എന്തിന് ഈക്വലാണ്? n β2 ഈക്വലാണ്. n കണ്ടുപിടിച്ചാൽ മതി. 12 into beta in Young's double slit experiment is written as lambda d by d. ലാംഡ d by d എന്ന് പറയുമ്പോൾ ഇതിൽ ഡിയും ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും അത് ഫിക്സഡ് ആണ്. ഓൺലി വേവ് ലെങ്ത് ഈസ് ചേഞ്ച്ഡ്. സോ ഇതിനെ ഇങ്ങനെ എഴുതാം, λ1 നോക്കൂ, λ1 d by d എന്ന് എഴുതാം. ഇവിടെ എന്താ എഴുതേണ്ടത്? n into λ2 d by d. So what happens? This d by d cancels. Now n എത്രയാണെന്നാണ് ചോദിക്കുന്നത്. So we can say n is equal to 12 into λ1 by λ2, which is 12 into λ1 by λ2 റേഷ്യോ അല്ലേ എടുക്കണ്ടേ? റേഷ്യോ എടുക്കുമ്പോൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. λ1 എത്രയാണ്? 600 ആണ്. λ2 എത്രയാണ്? 400 ആണ്. അപ്പോൾ നോക്കുക, നാനോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാനോമീറ്റർ എടുക്കാതിരുന്നത്? എവിടെ? റേഷ്യോ എടുക്കാനാണ്. നാനോമീറ്റർ കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ഇതാ റേഷ്യോ 6/4 എന്ന് പറയുന്നത് 3/2 അല്ലേ? 212ൽ 6 ടൈംസ് പോവില്ലേ? 6 into 3 എത്രയാണ്? 18 ആണ്. സോ നിങ്ങൾക്ക് അവിടെ 12 എണ്ണം നേരത്തെ കിട്ടിയെടുത്ത് ഇനി എത്ര എണ്ണം കിട്ടും? 18 എണ്ണം കിട്ടും. ഡിഡ് യു ഗെറ്റ് ദ ആൻസർ? Manas, very good. Manas, very good. He got the answer as 18. അടിപൊളി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ എത്ര ക്വസ്റ്റ്യനായി മക്കളെ? ഓപ്ഷൻ കറക്റ്റാണ്. ഖെനാസ് ഓപ്ഷൻ 2 കറക്റ്റാണ്. മുഹമ്മദ് സഫാൻ ചോദിക്കുന്നു, ഡിഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യുമോ? അതെന്ത് ചോദ്യമാണ്? ഡിഫ്രാക്ഷൻ, ലൈക്ക് റിസോൾവിങ് പവർ, പോളറൈസേഷൻ എല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യണം. ഓൾ ടോപ്പിക്സ് എല്ലാം. ഇതിൽ ടോപ്പിക്ക് തൊടാത്ത ടോപ്പിക്കൊന്നും ഉണ്ടാവില്ല. ഓർഡറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നാലും. അടുത്ത് നോക്കാം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 slits are illuminated by light of wavelength 5890. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 5890 ആംസ്ട്രോങ്. അയ്യോ, ഇത് ഒരു സുഖമില്ലാത്ത വാല്യൂ ആണ് അല്ലേ? 5890 ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രിഞ്ചസ് ഒബ്റ്റെയിൻ ഓൺ ദ സ്ക്രീൻ 0.2 ഡിഗ്രി. അത് നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രിഞ്ചസ് ഒബ്റ്റെയിൻ ഓൺ ദ സ്ക്രീൻ ഈസ് 0.2 ഡിഗ്രി. അതെങ്ങനെയാണ് ഡിഗ്രി വരുന്നത്? രണ്ട് ഫ്രിഞ്ചസുകൾ തമ്മിലുള്ള ആംഗിളാണ്. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തിനെയാണ് പറയുന്നത് 0.2 ഡിഗ്രി. ആംഗുലാർ. If the whole apparatus is immersed in water, then the angular fringe width will be. ചോദിക്കുന്നത് ഈ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് വാട്ടറിൽ കൊണ്ടിട്ടാൽ എത്രയായിരിക്കും? വെള്ളത്തിലിട്ടാൽ എന്താകും? നോക്കൂ, ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ
ലാംഡ ഡിവൈഡ് ബൈ ഡി ആണ്. ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ YDSC ലാംഡ ബൈ ഡി ആണ്. ക്ലിയർ? ബട്ട് ലാംഡ ചേഞ്ച് ആകും. വാട്ടറിലും എയറിലും ലാംഡ ഡിഫറൻ്റ് ആയിരിക്കും. വി ഷുഡ് നോ ദാറ്റ് ലാംഡ ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻ എയർ, വേവ് ലെങ്ത് ഇൻ എയർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ എന്നോ മ്യൂ എന്നും എഴുതാം, മ്യൂ ഓഫ് വാട്ടർ. ഇതാണ് കൺസെപ്റ്റ്. അതായത് വാട്ടറിലെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എയറിലെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് തീറ്റ ഇൻ വാട്ടർ വിൽ ബിക്കം ഈക്വൽ ടു തീറ്റ ഇൻ എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഫ്രിഞ്ച് വിഡ്ത്തും അതുപോലെ മാറും. തീറ്റ വാട്ടർ ഈക്വൽ ടു തീറ്റ എയർ ബൈ മ്യൂ ആയിട്ട് മാറും. സോ ഇറ്റ്സ് വെരി ഈസി നൗ. തീറ്റ ഇൻ എയർ തന്നിട്ടുണ്ട്. ഈ ആദ്യം തന്നിരിക്കുന്ന തീറ്റ ഇൻ എയർ ആണ്, അത് 0.2 ഡിഗ്രി ആണ്. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? അത് 4 ഡിവൈഡ് ബൈ 3 ആണ്. സോ മൾട്ടിപ്ലൈ ബൈ 3/4. ദിസ് ഇസ് 0.2 ഇൻറ്റു 3/4. 0.2 ഇൻറ്റു 3 0.6/4 0. ആൻസർ കിട്ടിയോ മക്കളെ? എനിബഡി ആൻസർ കിട്ടിയോ? 0.2 ഇൻറ്റു 3/4 എന്ന് പറയുന്നത് 0.15 ഡിഗ്രിയാണ്. ഓപ്ഷൻ 2 ആണ്. കിട്ടിയോ? സ്പേസ് ഡ്രീമർ മാനസ്? യാ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളിത് അത്യാവശ്യം പഠിച്ചു എന്നാണ് അർത്ഥം. സോ ഒന്നും പേടിക്കണ്ട, ഈ വർഷം നമ്മൾ അടിക്കും അല്ലേ? അടിക്കില്ലേ? യാ, യെസ്. അടുത്തത്, light travels through a glass plate of thickness T and having a refractive index mu. Okay, समझो ये एक glass plate है. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഇതിൻ്റെ തിക്നെസ് തന്നിരിക്കുന്നത് T എന്നാണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? മ്യൂ ആണ്. ടൈം ടേക്കൺ കണ്ടുപിടിക്കണം. ടൈം T ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ്? T ആണ്. സ്പീഡ് എത്രയാണ്? ഇതിൽ സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ് V ആണെന്ന് വിചാരിക്കുക. യു ഷുഡ് ഡിവൈഡ് ഇറ്റ് ബൈ V. T/V ആയിരിക്കണം. പക്ഷേ നമുക്കറിയാം, ഒരു മീഡിയത്തിലെ സ്പീഡ് കിട്ടാൻ വാക്വത്തിലെ സ്പീഡിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ വി വിൽ യൂസ് ദാറ്റ് ഹിയർ. അപ്പോൾ എത്ര കിട്ടുന്നത് നോക്കൂ? T ഡിവൈഡഡ് ബൈ മക്കൾ ഇതിന് ആൻസർ വന്നില്ലല്ലോ. മനസ്, ഷാംറിൻ കറക്റ്റ് ആണ്. 0.15 ആണ്. ഓക്കെ, T ഡിവൈഡഡ് ബൈ C ബൈ മ്യൂ give you mu T by C. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. യാ, കറക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കൂ. എ പ്ലേറ്റ് ഓഫ് തിക്നെസ് T മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ് ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. What should be the minimum thickness T which will make the intensity at the center of the fringe pattern 0? മക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് സ്ലാബിലൂടെ ഒരു വേവ് ട്രാവൽ ചെയ്യുന്നു ഇങ്ങനെ. അപ്പോൾ അവിടെ വരുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞ് അതിങ്ങനെ പുറത്തേക്ക് വരും. അതേസമയം എയറിൽ പോകുന്നത് വേവ് ലെങ്ത് കുറയാതെ ഇങ്ങനെ വരും. ഈ രണ്ട് വേവുകൾ തമ്മിൽ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. അതായത് ഈ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അവർ തമ്മിലൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. ഈ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനാണ് μ-1 ഇൻറ്റു T. μ-1 ഇൻറ്റു T. ഇതാണ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ 2 സ്ലിറ്റുകൾ S1 S2. സ്ക്രീനിലെ മിഡ് പോയിൻറ്റിൽ രണ്ടിൽ നിന്നും വരുന്ന വേവുകൾ ഒരേ പാത്താണ് ട്രാവൽ ചെയ്യുന്നത്. പാത്ത് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? മാക്സിമം കിട്ടും. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഗ്ലാസ് സ്ലാബ് അവിടെ അഡീഷണലി ഒരു പാത്ത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പാത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടായി. വാട്ട് ഈസ് ദാറ്റ് പാത്ത് ഡിഫറൻസ്? ദാറ്റ് പാത്ത് ഡിഫറൻസ് ഈസ് μ-1 ഇൻറ്റു T. ചോദ്യം സെൻറ്ററിൽ 0 ഇൻറ്റൻസിറ്റി വരണം എന്നാണ്. സെൻട്രൽ ഇൻറ്റൻസിറ്റി മാക്സിമം അല്ലേ? 0 ഇൻറ്റൻസിറ്റി അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഏതെങ്കിലും പോയിന്റിലും ഉണ്ടാകും.
ആ സീറോ ഇൻറ്റൻസിറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നോക്കൂ, എപ്പോഴാണ് സീറോ ഇൻറ്റൻസിറ്റി കിട്ടുന്നത്? സീറോ ഇൻറ്റൻസിറ്റി കിട്ടണമെങ്കിൽ പാത്ത് ഡിഫറൻസ് λ/2 3 λ/2 അല്ലെങ്കിൽ 5 λ/2 ആയിരിക്കണം മിനിമം കിട്ടണമെങ്കിൽ. നിങ്ങളോട് ചോദിക്കുന്നത് മിനിമം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം പാത്ത് ഡിഫറൻസ് λ/2 ആയാൽ അവിടെ മിനിമം കിട്ടും. അപ്പോൾ സെൻറ്ററിലെ പാത്ത് ഡിഫറൻസ് മിനിമം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്ലാസ് സ്ലാബ് ക്രിയേറ്റ് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് ആയ μ-1t എന്തിന് ഈക്വൽ ആയിരിക്കണം? λ/2 ഈക്വൽ ആയിരിക്കണം. സോ വാട്ട് ഈസ് ദ തിക്നെസ് എന്നാണ് ചോദിക്കുന്നത്. തിക്നെസ് λ/2 ആണ്. എന്താണ് സ്പേസ് ഡ്രീമർ? 3 എന്നൊരു എക്സ്ക്ലമേഷൻ ഇട്ടത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണോ? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ t ഈക്വൽ ടു λ/2 μ-1 കിട്ടും. ഓക്കെ, അടുത്തത് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ 8th മാക്സിമം വിത്ത് വേവ് ലെങ്ത് λ1 ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d1. അതായത് സെൻറ്ററിൽ നിന്ന് d1 ദൂരത്തിലാണ് 8th β1 കിടക്കുന്നത്. സെൻറ്ററിൽ നിന്ന് d2 ഡിസ്റ്റൻസിലാണ് 6 β1 ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ d1/d2 റേഷ്യോ ആണ് ചോദിക്കുന്നത്. d1 ഈക്വൽ ടു 8 ഇൻറ്റു λ1 d/d, d2 ഈക്വൽ ടു 6 ഇൻറ്റു λ2 ഇൻറ്റു d/d. റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്താൽ 8/6 4/3 കിട്ടും. ദിസ് വിൽ ഗിവ് യു 4/3. അതേസമയം ഈ d/d ക്യാൻസൽ ചെയ്തു പോകും. കിട്ടുന്നത് എത്രയാണ്? λ1/λ2 ആണ്. 4 λ1/3 λ2. Sudhir Khan sir, good evening. Sudhir Khan sir, I can see Sudhir Khan sir. Thank you man, thank you bro, thank you for coming. 4 λ1/3 λ2 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. d1/d2, d1 8, d2 6. നേരത്തെ ചോദിച്ചില്ലേ ഡിഫ്രാക്ഷൻ ചെയ്യുന്നുണ്ടോയെന്ന്? ഡിഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമ ഡ്യൂ ടു എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഈസ് അറ്റ്. മക്കളെ, ഡിഫ്രാക്ഷനിൽ മിനിമ മാക്സിമ കണ്ടീഷൻ, മാക്സിമ മിനിമ കണ്ടീഷൻ, ഡിഫ്രാക്ഷൻ ഇത് മിനിമയല്ല. മിനിമയുടെ കണ്ടീഷൻ എന്താണ്? മിനിമ നടക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസ് ആയ a sin θ എന്തിന് ഈക്വൽ ആയിരിക്കണം? n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം. ഇതാണ് മിനിമയുടെ കണ്ടീഷൻ. unexpect time. Oh, high, unexpect time, high. Okay. ഇതാണ് മിനിമയുടെ കണ്ടീഷൻ. a sin θ ഈക്വൽ ടു n ലാംഡ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമ? a sin θ ഈക്വൽ ടു 2n + 1 ഇൻറ്റു λ/2 ആണ് മാക്സിമയുടെ കണ്ടീഷൻ. ജസ്റ്റ് റിവേഴ്സാണ്, ഇൻ്റർഫറൻസിൻ്റെ നേരെ റിവേഴ്സാണ്. ഇവിടെ ഫസ്റ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡിഫ്രാക്ഷൻ ആണ്. ഫസ്റ്റ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, a sin θ ഈക്വൽ ടു വാട്ട്? ലാംഡ. ചോദ്യം എന്താണ്? വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് ആണ്. വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് എന്ന് പറയുന്നത് a അല്ലേ? അത് ലാംഡ / sin θ ആണ്. ലാംഡ ബൈ sin θ. തീറ്റ ഷുഡ് ബി ഇൻ റേഡിയനിലായിരിക്കണം. പക്ഷേ ഇവിടെ θ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. നോ പ്രോബ്ലം, വി ക്യാൻ റൈറ്റ് ഇറ്റ് as sin 30. sin 30 1/2 അല്ലേ? സോ ദിസ് ഗിവ് യു 2 ലാംഡ. കാരണം λ/1/2 2 ലാംഡ. ഓക്കെ, ലാംഡ എത്രയാണ്? 6000 ആംസ്ട്രോങ് ആണ്. സോ ദിസ് ഇസ് 2 ഇൻറ്റു 6000 ഇൻറ്റു 10⁻⁻10. ഓക്കെ, ഇത്രയും മീറ്റർ ആയിരിക്കണം. സോ ദിസ് ഇസ് 2 ഇൻറ്റു 6 12 ഇൻറ്റു 10⁻⁻7 മീറ്റർ. 12 ഇൻറ്റു 10⁻⁻7 മീറ്റർ എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഇവിടെ. ഇത് കറക്റ്റ് ഓപ്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇത് സെൻറ്റിമീറ്ററിലാക്കാം. മീറ്ററിന് നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്ററിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെൻറ്റിമീറ്റർ ആകും. സോ ഇതിൽ ഗിവ് യു 12 ഇൻറ്റു 10⁻⁵ മീറ്റർ.
So normally this can be written as 1.2 into 10 to the power minus 6. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, അവിടെ ഓപ്ഷൻ ഇല്ല. ഇത് മീറ്റർ ആണ്, ഇത് തെറ്റാണ്. ഇതാണ് പോസിബിലിറ്റി. അപ്പോൾ 1.2 into 10 raised to minus 6 meter. That's your answer. Option 2 ആണ് ആൻസർ. Option 2. ഡിഫ്രാക്ഷൻ മിനിമം. അപ്പോൾ ഡിഫ്രാക്ഷനിൽ സംശയം ഉണ്ടെങ്കിൽ മിനിമയുടെ മാക്സിമയുടെ കണ്ടീഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിക്കുക, ഡയറക്റ്റ് തന്നെ ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തത്, ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് ഈസ് ഗിവൺ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ് 40 cm ആൻഡ് വേവ് ലെങ്ത് ഈസ് ഗിവൺ, ഡിസ്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ഈസ്. ഇത് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഡിസ്റ്റൻസ് ഫസ്റ്റ് ഡാർക്ക് ഫ്രം ദ സെൻറ്റർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, നോക്കൂ, നിങ്ങളുടെ ഡിഫ്രാക്ഷൻ ഒരു സ്ലിറ്റ് ഉണ്ട്, അതിൻ്റെ വിഡ്ത്ത് എ ആണ്. ഇവിടെ ഒരു ലെൻസ് വയ്ക്കുന്നു, ലെൻസ് വഴി പാറ്റേണിനെ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് സ്ക്രീൻ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എഫ് അല്ലേ. ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആണ്. ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് nth ഡാർക്ക് ഫ്രിഞ്ചിലേക്ക് n ലാംഡ ഇൻറ്റു എഫ് ഡിവൈഡ് ബൈ എ ആണ്. n ലാംഡ ബൈ ആണ് ആംഗിൾ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴാണ്, ആംഗിൾ ഇൻറ്റു ഫോക്കൽ ലെങ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഇത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ക്യാപിറ്റൽ ഡിക്ക് പകരമാണ് ഇവിടെ ഫോക്കൽ ലെങ്ത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് 1 ആണ്, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് ലാംഡ എഴുതാം. 4890 ആംസ്ട്രോങ് ആണ്. 10 raised to minus 10 ഇൻറ്റു എഫ് എത്രയാണ്? ഫോക്കൽ ലെങ്ത് 40 cm ആണ്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 40 cm. ഇതിനെ 0.4 മീറ്റർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എ ആണ്. എ 0.5 cm ആണ്. ഇതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.005 കിട്ടും. സോ യു ഡിവൈഡഡ് ബൈ 0.005. ഈ 4890 ആണ് മക്കൾ. ഇത് 4890 ആണ്. ഇറ്റ്സ് 4890. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് വൺ, റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, റഫായിട്ട് ചെയ്യാം. ഇതിനെ നിങ്ങൾക്കൊരു 5000 എന്ന് വിചാരിച്ചൂടെ? യു ജസ്റ്റ് അസ്യൂം ദാറ്റ് അത് 5000 എന്ന് വിചാരിക്കൂ. അപ്പോൾ 5000 ഇൻറ്റു 10 raised to minus 4 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 0.005 എന്ന് എഴുതാം. അതായത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. 5000 ഇൻറ്റു 10 raised to minus 10 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 0.005. ഈ 0.005നെ അങ്ങനെ എഴുതുന്നതിനേക്കാൾ നല്ലത് 5 ഇൻറ്റു 10 raised to minus 3 എന്ന് എഴുതുന്നതാണ്. സോ ഹിയർ 0 3 ഉണ്ട്, -7 ആകും. അവിടെ -7 -3 കട്ട് ചെയ്യുമ്പോൾ -4 കിട്ടും. ഓക്കെ, 5 and 5 ക്യാൻസൽ ആകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ്ലി 0.4 ഇൻറ്റു 10 raised to minus 4 ആണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 4 ഇൻറ്റു 10 raised to minus 5 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഓപ്ഷൻ 2 കിട്ടും. അപ്പോൾ ഈ അപ്രോക്സിമേഷൻ നിങ്ങൾക്ക് JEE മെയിൻസിന് വളരെ യൂസ്ഫുൾ ആണ്. കഴിയുന്നതും കാൽക്കുലേഷൻ മുഴുവനും ചെയ്യാതെ അപ്രോക്സിമേഷൻ കൂടുതലായിട്ട് ചെയ്യുക. Unexpected time, please teach in English, okay? But the issue is that we have more students from Kerala, so we are forced to teach in Malayalam here, okay? Next one, angular width of central maxima is pi by 2. Angular width of central maxima is pi by 2. When a slit of width A is illuminated by light of wavelength 7000 Armstrong, then A is angular width of central maxima. Angular width of central maxima is something that you should study. Angular width of central maxima equation endana? Theta 0 equal to 2 lambda by A. It is 2 lambda by A. ഇവിടെ നോക്കാം, തീറ്റ തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്, എ കണ്ടുപിടിക്കണം. സോ വാട്ട് ഇക്വേഷൻ ഫോർ എ? എ ഈസ് ഈക്വൽ ടു 2 lambda by theta, and theta should be in radian.
ഇവിടെ തീറ്റ ഡിഗ്രിയിൽ എടുക്കാനേ പാടില്ല, തീറ്റ ഡിഗ്രിയിൽ എടുക്കരുത്, അത് റേഡിയനിലായിരിക്കണം. കാൽക്കുലേഷൻ ചെയ്യാം. 2 × 7000 × 10⁻⁻10 ഡിവൈഡഡ് ബൈ π/2. π/2 എന്ന് പറഞ്ഞാൽ 22/7 എടുക്കാം. ദാൽ ബി ബെറ്റർ ഹിയർ ഐ തിങ്ക്. നോ, 22/7 കൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് 2 × 4 × 7000 × 10⁻10 can be written as 7 × 10⁻7 divided by π. ഓക്കെ, എഗെയിൻ നോക്കാം, അപ്രോക്സിമേഷൻസ് ചെയ്യാൻ പറ്റും. ഇത് 4 × 7 അല്ലേ, 4 × 7 × 10⁻7 ഡിവൈഡഡ് ബൈ പൈക്ക് നമുക്ക് 22/7 കൊടുക്കാം. ഓക്കെ, ഈ 22/7 നമുക്ക് 7 × 4 × 7 × 10⁻7/22 എന്ന് എടുക്കാം. ഓക്കെ, എന്നാലും കാൽക്കുലേഷൻ അത്ര എളുപ്പമൊന്നുമല്ല. 7 7s are 49, 49 × 4 അറൗണ്ട് 200/22 വരും. ഓക്കെ, സോ 7 7s are 49, 49 50 എടുക്കാം. ദിസ് വിൽ ഗിവ് യു അറൗണ്ട് 200 × 10⁻7 ഡിവൈഡ് ബൈ 22 വരും. അപ്രോക്സിമേറ്റ് ആണ്. $22 200/22 എന്ന് പറയുന്നത് 10-നേക്കാൾ കുറച്ച് താഴെ ആയിരിക്കല്ലേ. സോ ഇത് അപ്രോക്സിമേറ്റ്ലി 10-നേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, അറൗണ്ട് 9 × 10⁻7 വരും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ 9 × 10⁻7 അടുത്തൊരു വാല്യൂ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആയിരിക്കും ഇവിടെ കറക്റ്റ്. വേറൊന്നും ഇവിടെ മാച്ച് ആവുന്നില്ല. Okay, did anyone have answer? Yeah, of course, 8.9. Manas, I think you use a calculator, will be better, but in the exam you can't use a calculator. Okay, yeah. അടുത്ത് നോക്കൂ, sun subtends an angle of ½ degree on earth. The image of sun is obtained on screen with the help of a convex lens of focal length 100 cm diameter. Centimeter. The diameter of the image obtained on the screen will be. ഇത് ശരിക്കും ഒരു റേ ഓപ്റ്റിക്സ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേവ് ലെങ്ത്തും ആംഗിളും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നോക്കണം, ഇത് സണ്ണാണെന്ന് വിചാരിക്കുക. ഈ സണ്ണിൻ്റെ 2 എൻഡിൽ നിന്ന് ലൈറ്റ് റേസ് ഇങ്ങനെ വരും. അതായത് ഒരു എൻഡിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങനെ വരും, മറ്റേ എൻഡിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളാണ് സണ്ണിൻ്റെ ആംഗുലർ ഡയമീറ്റർ. ഇതിനെ ഒരു ലെൻസിലൂടെ പാസ് ചെയ്താൽ ലെൻസ് അതിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ഇതാണ് സണ്ണിൻ്റെ ഇമേജ്. ഈ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയായിരിക്കണം? ഇമേജ് ഉണ്ടാകുന്നത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിലായിരിക്കണം. ഇത് സണ്ണാണ്, സണ്ണിൻ്റെ സ്വന്തം ഡയമീറ്ററാണ്. ഇത് സണ്ണിൻ്റെ ഇമേജാണ്, ഇമേജിൻ്റെ ഡയമീറ്റർ ഡി ആണ്. നിങ്ങൾ ആർക്ക് ആംഗിളിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗിൾ ബൈ റേഡിയസ് പഠിച്ചിട്ടില്ലേ? ആംഗിൾ ഈക്വൽ ആർക്ക് ബൈ റേഡിയസ് പഠിച്ചിട്ടില്ലേ? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ നോക്കൂ, ഈ ഒരു സെൻറ്റ് ഇവിടെ നോക്കുക, ഇവിടെ. അപ്പോൾ സണ്ണ് എർത്തിലുണ്ടാക്കുന്ന അതേ ആംഗിൾ തന്നെയാണ് ലെൻസിലേക്ക് പോകുന്ന ലൈറ്റ് റേ എവിടെ ഉണ്ടാക്കുന്നത്. തീറ്റ രണ്ടിനും സെയിം ആണ്. ആംഗിൾ ഈക്വൽ ടു ഇതിൽ ആർക്ക് ലെങ്ത് ഏതാണെന്ന് നോക്കൂ. ഈ ഇമേജിൻ്റെ ഡയമീറ്ററാണ് ആർക്ക് ലെങ്ത് എടുക്കുന്നത്, ഫോക്കൽ ലെങ്ത്തിന് റേഡിയസ് എടുക്കാം. അപ്പം ആർക്ക് ആയിട്ട് എന്താ എടുക്കേണ്ടത്? ആർക്ക് അതിൻ്റെ ഡയമീറ്റർ എടുക്കുക. റേഡിയസ് എന്താ എടുക്കേണ്ടത്? അത് ഫോക്കൽ ലെങ്ത് എടുക്കുക. തീറ്റ 1/2 ഡിഗ്രിയാണ്. തീറ്റ 1/2 ഡിഗ്രിയാണ്. അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻ. എങ്ങനെയാണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ലേ? 360 ഡിഗ്രി ആണ് 2π റേഡിയൻ. അപ്പോൾ 1 ഡിഗ്രി എത്രയായിരിക്കണം? π/180 റേഡിയൻ ആണ്. നിങ്ങൾക്ക് ½ ഡിഗ്രി ആണുള്ളത്, അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതാം. ആർക്കിൻ്റെ ആംഗിളിൻ്റെ ഇവിടെ 1/2 എന്ന് എഴുതുമ്പോൾ അത് π/360 വരും. കാരണം 1 ഡിഗ്രിയാണ് π/180. അതിനെ പകുതിയാക്കിയാൽ π/360 വരും. ഇതെന്തിന് ഈക്വലാണ്? ആർക്ക് ലെങ്ത്ത് ഡി ആണ്, റേഡിയസ് എത്രയാണ്? എഫ് ആണ്. എഫ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 സെൻറ്റിമീറ്റർ ആണ്, 1 മീറ്റർ ആണ്.
അപ്പോൾ ഡയമീറ്റർ ശരിക്കും പൈ ബൈ 360 ആണ്. ഫൈൻ. സോ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 3.14 ഡിവൈഡഡ് ബൈ 360 ആണ്. ഇത്രയും മീറ്ററിൽ കിട്ടണം. ഇതിന് മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്റർ, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. 3.14 ബൈ 360, 3.14 ബൈ 360 ഇത് മീറ്ററാണ്. ഇതിനെ മില്ലിമീറ്റർ ആക്കണം. അപ്പോൾ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു 1000. സോ 3.14 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 1000. അപ്പോൾ ഇതിൽ 10 കട്ട് ചെയ്ത് പോകും. 100, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന 314 ഡിവൈഡ് ബൈ 36 കിട്ടും. 30 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 ആണ് അല്ലേ. സി അവിടെ നിർത്തി ഞാൻ അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 സംതിങ് അല്ലേ കിട്ടുന്നത്. ഇറ്റ് ബി സംതിങ് ലൈക്ക് 8 മില്ലിമീറ്റർ. അപ്രോക്സിമേഷനാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഏതായിരിക്കണം? ഓപ്ഷൻ 4 ആയിരിക്കണം. 1 മില്ലിമീറ്റർ അല്ല, 1 മില്ലിമീറ്റർ കിട്ടില്ല. ഇത് വിൽ ബി 8 മില്ലിമീറ്റർ. ഓക്കെ മക്കളെ. ഇനി പറഞ്ഞല്ലോ നമ്മൾ ഇൻ്റർഫെറൻസ് കഴിഞ്ഞു, ഡിഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആംഗുലർ സൈസിനെ കുറിച്ചാണ്. അടുത്ത് പോകുന്നത് റെസൊല്യൂഷൻ, റിസോൾവിങ് പവർ, അതുപോലെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഒരു മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവറിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? റിസോൾവിങ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ഗിവൺ ബൈ 2n സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. ഇതാണ്. ഇതിൽ n സൈൻ ബീറ്റ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. NCERT റെഫർ ചെയ്യാം. n സൈൻ ബീറ്റ എന്നാണ് ന്യൂമറിക്കൽ അപ്പർച്ചറാണ്. ഇനി അതിൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒരു മൈക്രോസ്കോപ്പിൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡി മിനിമത്തിനെയാണ്. ഡി മിനിമം 1.22 ലാംഡ ഡിവൈഡഡ് ബൈ 2n സൈൻ ബീറ്റയാണ്. അതിൻ്റെ റെസിപ്രോക്കലല്ലേ ഇത്. ചോദ്യം എന്താണ്? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us ട്രൈ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്തായിരിക്കണം? 1.22 ഇൻറ്റു ലാംഡ തന്നിട്ടുണ്ടോ? 600 നാനോമീറ്റർ ആണ്. 600 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ. ഏതാ? n സൈൻ ബീറ്റ 0.12 തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 2 ഇൻറ്റു 0.12. അടടാ, 0.12 ഇங்கே இருக்குது, 1.2 அங்கே இருக்குது. என்ன பண்ணால் 0.12 1.22 അറൗണ്ട് 10 ടൈംസ് ആവും. സെറ്റല്ലേ? 10/2 എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലേ? 5 ഇൻറ്റു 600. ഈ 600ൽ 2 0 ഇവിടെ -7 കട്ട് ചെയ്ത് വരും. അപ്പോൾ 5 ഇൻറ്റു 6 30 ഇൻറ്റു 10⁻⁻7 ആണ്. ഇത് 3 ഇൻറ്റു 10⁻⁻6 ആണ്. इसको 3 മൈക്രോമീറ്റർ कहते हैं. ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. യെസ്, ഇപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എത്തി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, 3 മൈക്രോമീറ്റർ. അപ്പോൾ ഇക്വേഷൻ പഠിക്കുക. എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ? ഇക്വേഷൻ എന്താ? ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ n സൈൻ ബീറ്റ. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. n സൈൻ ബീറ്റ ന്യൂമറിക്കൽ അപ്പർച്ചർ ആണെന്ന് പഠിക്കുക. ഇനി ചോദിക്കട്ടെ, ഒരു മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ അതിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ലേ? ഒന്ന് പറഞ്ഞോ. റെഡ് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴാണോ അതോ വയലറ്റ് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴാണോ കൂടുതൽ റെസൊല്യൂഷൻ കിട്ടുക ഒരു മൈക്രോസ്കോപ്പിന്? റെഡ് ലൈറ്റ് ഓർ വയലറ്റ് ലൈറ്റ്? നോക്കണം, റെഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്, വയലറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറവാണ്. നാച്ചുറലി വയലറ്റ് ലൈറ്റ് വിൽ ഗിവ് യു മോർ റിസോൾവിങ് പവർ. AC തണുക്കുന്നു, അതൊന്ന് മുകളിലേക്ക് വെച്ചാൽ മതി. ആ ഫ്ലിപ്പ് റിമോട്ട്. മക്കളെ, AC ചില്ല് തണുത്തിട്ട് വയ്യ. ഞാൻ കാശ്മീരിൽ നിൽക്കുന്ന മാതിരിയുണ്ട്, തണുക്കുന്നു. അപ്പുറത്തെ ഹാളിൽ ലൈവ് അടിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? യെസ്. The least resolvable angle by a telescope using objective of aperture 5 meter is very nearly. ഒരു ടെലസ്കോപ്പിൻ്റെ റിസോൾവിങ് പവറിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാമോ? അത് D/1.22 ലാംഡ. ഇതിൽ D എന്താണെന്നറിയാമോ?
ടെലിസ്കോപ്പിന് രണ്ട് ലെൻസില്ലേ, കണ്ണിൻ്റെ അടുത്തുള്ളതും ദൂരെയുള്ളതും. ഐ ലെൻസും ഒബ്ജക്റ്റീവും. ഒബ്ജക്റ്റീവ് എപ്പോഴും വലുതല്ലേ, ശ്രദ്ധിച്ചില്ല, എല്ലാ ബൈനോക്കലിലും ഒബ്ജക്റ്റീവ് വലുതാണ്. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് ഡി, അല്ല ഒബ്ജക്റ്റീവിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ സൈസാണ് ഡി എന്ന് പറയുന്നത്. ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഇനി ലീസ്റ്റ് റിസോൾവബിൾ ആംഗിൾ എന്ന് പറയുന്നത്, നേരത്തെ മൈക്രോസ്കോപ്പിന് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതുപോലെ ടെലിസ്കോപ്പിന് പറയുന്നത് തീറ്റ മിനിമം ആണ്, അത് 1.22 λ/d ആണ്. കണ്ടില്ലേ സിമിലാരിറ്റി ഇക്വേഷൻ്റെ 1.22 λ/2 2n sin β ആയിരുന്നു അവിടെ, ഇത് 1.22 λ/d ആണ്. Is that okay? Yeah, Violet, very good, very good. നിവേദ് കേട്ടോ, ഇപ്പോഴത്തെ സൗണ്ടൊക്കെ കേട്ടോ. സൈലം അല്ലേ, എത്ര ചാനലുകൾ, 20 യൂട്യൂബ് ചാനലുണ്ട്, 20 യൂട്യൂബ് ചാനൽസ്. എവറി ഈവനിങ് നോക്കിക്കോ, ഇത്രയും ചാനലുകളിൽ ലൈവ് പ്രോഗ്രാം നടക്കുകയാണ്. ഒരു 5 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലം വിൽ ചേഞ്ച് ദ എഡ്യൂക്കേഷൻ. അത്ര നന്നായിട്ടാണ്, എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഇവിടുത്തെ ജൂനിയർ ടീച്ചേഴ്സിൻ്റെയൊക്കെ ക്ലാസ് കാണുമ്പോൾ. അത്ഭുതവും ദേഷ്യവും കൊതിയും അസൂയും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം അത്ര പെർഫെക്റ്റായിട്ട് ഇവരൊക്കെ എടുക്കുന്നത്. നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ 5ലും, ഇപ്പം നമുക്ക് 5th തൊട്ടേ തുടങ്ങുന്നുണ്ട് തോന്നുന്നു. ഇപ്പോൾ 7th 9th 10th ഒക്കെ അടിപൊളി ക്ലാസ്സുകളായിട്ടാണ് പോകുന്നത്. ആ ഒരു റേഞ്ചൊന്നും നമുക്കില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. തീറ്റ മിനിമം 1.22 λ/d. നമ്മളോട് ചോദിച്ചത് ഈ ലീസ്റ്റ് റിസോൾവബിൾ ആംഗിളാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്ഷനിൽ ഒരു ചെറിയ പണിയുണ്ട്, എന്തായാലും നോക്കാം. ആൻസർ ചെയ്യട്ടെ. 1.22 ഇൻറ്റു ലാംഡ എത്രയാണ്? 4000 ആംസ്ട്രോങ്. 4000 ഇൻറ്റു 10⁻⁻10 ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ ഡയമീറ്റർ തന്നിരിക്കുന്ന 5 ആണ്. അപ്പർച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി ലൈക്ക് 1.22 ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻7 ഡിവൈഡ് ബൈ 5. ഓക്കെ, ഇതൊരു അപ്രോക്സിമേഷൻ ചെയ്യാം. വീണ്ടും അപ്രോക്സിമേഷൻ, കിങ് ഓഫ് അപ്രോക്സിമേഷൻ. ഈ 4 ഇൻറ്റു 1.22 എത്രയായിരിക്കണം? 4.8 സംതിങ് ആയിരിക്കില്ലേ? 4.8/5, അത് അപ്രോക്സിമേറ്റ്ലി കട്ടായി പോകും. സോ വാട്ട് യു ഗെറ്റ് ഈസ് ആക്ച്വലി 10⁻⁻7. പക്ഷേ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങളുടെ ഏത് ഫിസിക്കൽ ഇക്വേഷനിലെയും ആംഗിൾ റേഡിയനിലായിരിക്കും. ഇതൊരിക്കലും നിങ്ങൾക്ക് വേറൊരു യൂണിറ്റിലും കിട്ടില്ല, റേഡിയനാണ്. പക്ഷേ ആൻസറൊക്കെ ഇവിടെ സെക്കൻഡിലാണുള്ളത്. എന്ത് ചെയ്യും? റേഡിയനെ എങ്ങനെയാണ് സെക്കൻഡാക്കി മാറ്റുന്നത്? ഐ ഹോപ്പ് യു നോ ദാറ്റ് വൺ. റേഡിയനെ സെക്കൻഡാക്കി മാറ്റാൻ പഠിക്കുക. എങ്ങനെയാണ് റേഡിയനെ സെക്കൻഡാക്കി മാറ്റുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റേഡിയൻ സെക്കൻഡാക്കി മാറ്റുന്നത്. എന്താ പറഞ്ഞത്? 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ 1 റേഡിയൻ എത്രയായിരിക്കണം? 180/π ഡിഗ്രിയാണ്. സെറ്റല്ലേ? 1 റേഡിയൻ. അപ്പോൾ നമുക്ക് വേണ്ട 10⁻⁻7 ആണ്. സോ വി ഹാവ് 10⁻⁻7 റേഡിയൻ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് 10⁻⁻7 ഇൻറ്റു ഒരു റേഡിയനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ എഴുതി 180/π ആണ്. സോ 180 ഡിവൈഡഡ് ബൈ π. ഇത്രയും ഡിഗ്രി അല്ലേ? ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. നിങ്ങൾക്ക് ആൻസർ വേണ്ടത് സെക്കൻഡിലാണോ മിനിറ്റിലാണോ? രണ്ടും വേണം, രണ്ടിലും വേണം. ഇതിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മിനിറ്റിലാകും, വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സെക്കൻഡിലാകും. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്താൽ, ഞാൻ നേരത്തെ സമയമെടുത്ത് സിംപ്ലിഫൈ ചെയ്തതാണ്, അത് 1/50 സെക്കൻഡിന് അപ്രോക്സിമേറ്റ് ആയിരിക്കണം. അപ്രോക്സിമേറ്റ് 1/50 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ഇൻ ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ആർ λ1 = 4000 ആംസ്ട്രോങ് ആൻഡ് λ2 = 5000 ആംസ്ട്രോങ്. then the ratio of their respective resolving power. ഇതെന്താണ് ഡിവൈസ്? ഈ ഡിവൈസ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും റിസോൾവിങ് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. നോക്കൂ, നേരത്തെ എഴുതിയ 2 ഇക്വേഷൻ നോക്ക്. ഒന്ന് ടെലസ്കോപ്പിൻ്റെതാണ്, ഒന്ന് മൈക്രോസ്കോപ്പിൻ്റെയാണ്. രണ്ടിൽ ലാംഡ എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ റിസോൾവിങ് പവർ ഇങ്ങനെയാണെങ്കിൽ റിസോൾവിങ് പവർ RP1 by RP2 is equal to λ2 by λ1.
ലാംഡ 2 എത്രയാണ്? അപ്പോൾ ഈ റേഷ്യോ നമുക്കിങ്ങനെ ചിസ്ക്യൂ ഇങ്ങോട്ട് പോകാൻ മോനെ ഈക്വൽ ടു 5,000 ആണ് ലാംഡ 2. ദിസ് ഈസ് ഈക്വൽ ടു 5,000 ആംസ്ട്രോങ് ബൈ 4,000 ആംസ്ട്രോങ്. എത്ര കിട്ടുന്നത്? 5/4 കിട്ടും. 5/4 ഓപ്ഷൻ 4. യാ കറക്റ്റ് മാനസ്, വെരി ഗുഡ്, കറക്റ്റ്. യാ വെരി ഗുഡ് അരുൺ, വെരി ഗുഡ്. ഡ്രീമർ, വെരി ഗുഡ്. സഫ്വാൻ വയലറ്റ് ആൻസർ തന്നിരുന്നു അല്ലേ? വെരി ഗുഡ് സഫ്വാൻ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നമ്മൾ എവിടെ എത്തി നോക്കുക? നമ്മൾ പിന്നെ റിസോൾവിംഗ് പവർ എത്തി. ഇനി നമ്മൾ പോളറൈസേഷനിലേക്ക് വരും. The angle of incidence at which a reflected light is totally polarized for reflection from air to glass. മക്കളെ നോക്കുക, നിങ്ങൾ ബ്രൂസ്റ്റർ ആംഗിൾ അവിടെ പഠിക്കുന്നൊരു പോയിൻ്റാണ്. ഇങ്ങനെ ഒരു സർഫസ്, ഇതിൻ്റെ താഴെ വാട്ടർ, മുകളിൽ എയർ. ഇതിൽ ഒരു ലൈറ്റ് റേ ഇങ്ങനെ ഇൻസിഡൻ്റ് ആയി. ആ ലൈറ്റ് റേ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു. അതേസമയം ലൈറ്റ് റേ റിഫ്രാക്റ്റും ചെയ്തു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആവുന്നൊരു കണ്ടീഷൻ വരും. ഇതാണ് നോർമൽ. ഇതർ ജാവു, യെസ് നോർമൽ. ഇവിടെ നോക്കണം മക്കളെ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ രണ്ട് ആംഗിളുകൾ 90 ഡിഗ്രി ആവുന്ന സമയത്ത് ഈ ലൈറ്റ് പോളറൈസ്ഡ് ആയിരിക്കും. വേറസ് ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നു. ഇത് ഇത്രയും വൃത്തിയൊന്നും ഇല്ലെങ്കിൽ എൻ സി ആർ ടിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എൻ സി ആർ ടിയിലെ ഡയഗ്രാം, പക്ഷേ അത് ഇറ്റ്സ് ദെയർ ഇൻ എൻ സി ആർ ടി ഡയഗ്രാം. ഇത് പോളറൈസ്ഡ് ആണ്, ഇത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ IB എന്നാണ് എഴുതാറ്. ബ്രൂസ്റ്റർ ആംഗിൾ ഈസ് റിട്ടൺ ആസ് IB. ഇതിനെ വിളിക്കുന്ന IB എന്നാണ്. ടാൻ ഓഫ് IB ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്ന N എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ N എന്നാക്കി. ടാൻ ഓഫ് IB ഈക്വൽ ടു N. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് റിഫ്ലക്ട് ലൈറ്റ് ഈസ് ടോട്ടലി പോളറൈസ്ഡ്. ആ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. IB എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറലി എന്തായിരിക്കണം? അത് ടാൻ ഇൻവേഴ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം. ഓപ്ഷൻ 4. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ 4 ടാൻ ഇൻവേഴ്സ് N. അതിനെ കണ്ടിന്യൂഷൻ ആണ്. A light ray is incident on a transparent medium. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. കണ്ടെത്തലിന് അറിയാം 1.732 √3 ആണ്. മ്യൂ ഈസ് ഗിവൺ ആസ് √3. ഇത് ഇൻസിഡൻ്റ് അറ്റ് പോളറൈസിങ് ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിക്കുന്നത്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ നോക്കൂ മക്കളെ, ഇത് പോളറൈസിങ് ആംഗിളിലാണ് വന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണല്ലോ നമ്മൾ ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. അത് ടാൻ ഇൻവേഴ്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അത് ടാൻ ഇൻവേഴ്സ് √3 ആണ്. ടാൻ ഇൻവേഴ്സ് √3 എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? ഇനി നേരത്തെ ഡയഗ്രം നോക്കുക. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കണേ, ഇതാ ഈ ഇവിടെ നോക്കുക, 3 എണ്ണം. ഇതിൽ ഈ ആംഗിൾ ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ അല്ലേ? ഇപ്പോൾ ബ്രൂസ്റ്റർ ആംഗിൾ +90 പ്ലസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കണം? അത് 180 ഡിഗ്രിയാണ്. 90 കട്ട്സ് ഹിയർ 90. അപ്പോൾ റിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് ബ്രൂസ്റ്റർ ആംഗിൾ ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഈക്വൽ ടു 90 മൈനസ് ബ്രൂസ്റ്റർ ആംഗിൾ ആണ്. എത്രയായിരിക്കണം ആൻസർ? 30 ഡിഗ്രി. ഓപ്ഷൻ 2 ആണ്.
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്ക് 60 ഡിഗ്രി കിട്ടുന്നത്. നമ്മളോട് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതെന്തായിരിക്കണം? അത് 30 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇത് ലോ ഓഫ് മാലസ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ പോളറൈസർ and the emerging light strikes a second polarizing filter with its axis at 45 degree to that of the first. The intensity of the emerging beam is, ഇതാണ് ചോദ്യം. ഈ പോളറൈസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോളറൈസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവേണ്ടതാണ്. പോളറൈസേഷൻ ഓക്കെ. നോക്കണം, ഇത് സാധാരണ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു പോളറോയിഡ് മെറ്റീരിയലാണ്. ഇത് ഒരു നമ്മുടെ എക്സ്റേ ഫിലിം പോലെയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിമാണ് പോളറോയിഡ്. അത്തരമൊരു പോളറോയിഡാണ് ഇതെന്ന് വിചാരിക്കുക. ഈ പോളറോയിഡിന് ഒരു സർട്ടൺ ഡയറക്ഷനിൽ മാത്രം ലൈറ്റിനെ കടത്തിവിടാനുള്ളൊരു കഴിവുണ്ട്. ക്ലിയർ? ആ ആക്സിസിനെയാണ് നമ്മൾ പാസ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വരച്ച ആ ലൈൻ എന്താണ്? അത് അതിൻ്റെ പാസ് ആക്സിസ് ആണ്. ഇത്തരം രണ്ട് പോളറോയിഡുകൾ ഇങ്ങനെ വെക്കുന്നു. ഇതാണ് ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം വെച്ചു. ഇത് പരസ്പരം പാരലാണെന്ന് മനസ്സിലാവുന്നില്ലേ? അതായത് ഒരെണ്ണം ഇങ്ങനെ വെക്കുന്നു, അതിനോട് പാരലായിട്ട് ഇപ്പുറത്തൊരെണ്ണം വെക്കുന്നു. പക്ഷേ അവരുടെ ആക്സിസുകൾ ഒരെണ്ണത്തിൻ്റെ ആക്സിസ് ഇങ്ങനെയാണ്, അടുത്തതിൻ്റെ ആക്സിസ് എങ്ങനെ വേണമെങ്കിലും ആകാം. ഓക്കെ, അൺപോളറൈസ്ഡ് ലൈറ്റാണ് I0 ഇൻറ്റൻസിറ്റി ആദ്യത്തെ പോളറോയിഡിൽ വന്നു. ഫസ്റ്റ് ടൈം പോളറൈസേഷൻ നടക്കുമ്പോൾ അത് എമർജ് ചെയ്യുന്ന ലൈറ്റ് I0/2 ആയിരിക്കും. ഇത് അൺപോളറൈസ്ഡ് ആണ്, ഇതാണെങ്കിൽ പോളറൈസ്ഡ് ആണ്. ചോദ്യം: unpolarized light of intensity I0 is incident on a polarizer and the emerging light strikes a second polarizing filter with its axis at 45 degree to that of the first. അതായത് ഈ രണ്ട് പോളറോയിഡുകളില്ലേ, ഇവർ തമ്മിൽ അവരുടെ ആക്സിസുകൾ തമ്മിൽ 45 ഡിഗ്രി ആംഗിളാണ്. ക്ലിയർ ആയല്ലോ? ലോ ഓഫ് മാലസ് അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലോ ഓഫ് മാലസ്. ഈ ലോ ഓഫ് മാലസ് പിന്നെ വേണമെങ്കിൽ മാളൂസ് ലോ എന്നോ മല്ലൂസ് ലോ എന്നൊക്കെ വിളിച്ചോ. ലോ ഓഫ് മാലസ് പറയുന്നത് I transmitted equal to I polarized into cos square theta എന്നാണ്. इसका मतलब क्या है? പോളറൈസ്ഡ് ലൈറ്റാണ് ഇൻസിഡൻ്റ് ആയതെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വാല്യൂ ആണ് IP cos square theta. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ അവിടെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും മാലസിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം വരുന്നത് അൺപോളറൈസ്ഡ് ആണ്. ഇനി ഈ സെക്കൻഡ് ഫിൽറ്ററിൽ അപ്ലൈ ചെയ്യാമോ? പറ്റും, കാരണം ഈ I0/2 ഇൻറ്റൻസിറ്റി ഉള്ളത് അത് പോളറൈസ്ഡ് ലൈറ്റിൻ്റേതാണ്. അതായത് നമുക്ക് മാലസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൽ IP എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് I0/2 ആണ്. തീറ്റ എന്താണ്? ഇവിടെ രണ്ട് പോളറൈസിങ് ആക്സിസുകൾ തമ്മിലുള്ള ആംഗിളാണ്. അതുകൊണ്ട് ട്രാൻസ്മിറ്റഡ് ലൈറ്റിന് നമുക്കിവിടെ ലോ ഓഫ് മാലസ് അപ്ലൈ ചെയ്യാം അവിടെ. പക്ഷേ I0/2 cos square 45 ഡിഗ്രി എന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ആൻസർ ഇതാണ്. I transmitted by the second polaroid എന്ന് പറയുന്നത് അതിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് I0/2 ഇൻറ്റു cos square 45. cos square 45 എന്ന് പറഞ്ഞത് cos 45ൻ്റെ സ്ക്വയർ ആണ്. അത് 1/√2ൻ്റെ സ്ക്വയർ ആണ്, 1/2 ആണ്. അപ്പോൾ I0/2 ഇൻറ്റു 1/2 ആണ്. എത്ര ആൻസർ കിട്ടുന്നത്? I0/4 ആണ്. സോ ദ സെക്കൻഡ് വൺ വിൽ ട്രാൻസ്മിറ്റ് I0/4. ഓപ്ഷൻ 2 ആണ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ്? സഫാൻ, വെരി ഗുഡ്, ദാറ്റ്സ് കറക്റ്റ്. അപ്പോൾ നമ്മൾ മാലസ് ലോ പറഞ്ഞു. എല്ലാം കഴിഞ്ഞു മക്കളെ. ഒരെണ്ണം മാത്രം ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, അത് ഡോപ്ലർ ഇഫക്റ്റാണ്. ഐ തിങ്ക് ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനു മുമ്പ് കുറച്ചുകൂടെ തിരിച്ചു പോയിട്ട് കുറച്ച് ബേസിക്സും കൂടെ പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ടൈം നമുക്ക് ബാക്കിയുണ്ട്.
Okay? Yeah, correct. An electromagnetic radiation of frequency n, wavelength lambda, traveling with velocity v in air, enters a glass slab of refractive index mu. Frequency, wavelength and velocity of light in the glass slab will be respectively. നോക്കണം, ഇവിടെ ഒരു ഗ്ലാസ് സ്ലാബ്. ഈ ഗ്ലാസ് സ്ലാബിലേക്ക് പുറമേ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നു. എന്താ സംഭവിക്കുക? ഗ്ലാസ് സ്ലാബിൽ വരുമ്പം അതിൻ്റെ വേവ് ലെങ്ത് കുറയും. ഓഫ് കോഴ്സ് അതിൽ റിഫ്രാക്ഷൻ കൂടെ നടക്കുന്നുണ്ട്. ഞാനത് മാർക്ക് ചെയ്യാം. പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും പഴയ വേവ് ലെങ്ത് ആവും. എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്? പ്രൊപ്പഗേഷൻ ഓഫ് എ വേവിൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയൊക്കെ മാറും. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളിത് കണ്ടുപിടിക്കുന്നത്? നേരത്തെ പറഞ്ഞതാണ് ലാംഡ എങ്ങനെയായിരിക്കണം. ലാംഡ ഇൻ ഗ്ലാസ് ഈക്വൽ ടു ലാംഡ ഇൻ എയർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അതുപോലെ വെലോസിറ്റി ഇൻ ഗ്ലാസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അല്ലേ? ഫ്രീക്വൻസി ഇൻ ഗ്ലാസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻ എയർ. അപ്പോൾ ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. നോക്കൂ, ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്? എയറിലെ ഫ്രീക്വൻസി n ആണ്. എയറിലെ വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ. എയറിലെ വെലോസിറ്റി എത്രയാണ്? v. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി വിൽ റിമെയിൻ n, ലാംഡ വിൽ ബിക്കം ലാംഡ ബൈ മ്യൂ, v വിൽ ബിക്കം v ബൈ മ്യൂ. ആൻസർ എന്താണെന്ന് പറയാം മക്കളെ? n സെയിം ആണ്. ലാംഡ ബിക്കം ലാംഡ ബൈ മ്യൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് NCERT-യിൽ എക്സസൈസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. NCERT-യിൽ എക്സൈസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെയും റിഫ്രാക്റ്റഡ് ലൈറ്റിൻ്റെയും വേവ് ലെങ്ത് ഫ്രീക്വൻസി ഒക്കെ ചോദിച്ചു. ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഫ്രീക്വൻസിയിൽ മാറ്റമില്ല, വേവ് ലെങ്ത്തിൽ മാറ്റമില്ല, സ്പീഡിൽ മാറ്റമില്ല. റിഫ്രാക്റ്റഡ് ലൈറ്റ് മറ്റേ മീഡിയത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ കുറയുന്നത്. ഓക്കെ? Yeah. Yes, this is what we have been looking for. A star which is emitting radiation at a wavelength of 5000 Armstrong is approaching the Earth with a velocity of 1.5 into 10 raised to 4 meter per second. The change in wavelength of the radiation as received on the Earth is. Doppler effect in light. NCERT textbook എടുക്കുക. Doppler effect in light. സ്റ്റാർട്ടിങ്ങിലുണ്ട് Doppler effect. അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ. എന്താണ് മീനിങ്? ഒരു വേവിൻ്റെ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ അതിൻ്റെ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് കുറയണം. കാരണം അവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സി ഈക്വൽ ന്യൂ ലാംഡ അല്ലേ. അപ്പോൾ ലാംഡ കൂടിയാൽ ന്യൂ കുറയണം, ന്യൂ കൂടിയാൽ ലാംഡ കുറയണം. അതാണ് മൈനസ് ചേഞ്ച്. ഇനി ഡോപ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് മൈനസ് വി റേഡിയൽ ബൈ സി. ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ്. ഇനി ഇതിൽ റേഡിയൽ എന്താണെന്ന് പറഞ്ഞുതരാം. അസ്യൂം ദാറ്റ് ദിസ് ഈസ് എർത്ത്. Assume that there is another object here which is moving maybe in this direction. ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എർത്തിൽ നിന്ന് ഓബ്ജക്റ്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഈ ലൈനിന് പാരലൽ അല്ല. സോ വാട്ട് യു ഡു ഈസ് ദിസ്, നിങ്ങൾ ആ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻറ്റുകൾ ഉണ്ടാക്കുക. അതിലൊരു കമ്പോണൻറ്റ് ഇങ്ങനെയായിരിക്കും, ഒരു കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. Is that clear? Normal and parallel components. ഇതിൽ ഈ നോർമൽ കമ്പോണൻറ്റിന് നോക്ക്. ഈ നോർമൽ കമ്പോണൻറ്റ് ആ ലൈനിന് പാരലൽ അല്ലേ, അതിനെയാണ് റേഡിയൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. സോ ദ നോർമൽ അല്ല, ഈ പാരലൽ കമ്പോണൻറ്റ് നോർമൽ അല്ല, ഈ കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയൽ എന്ന് വിളിക്കുന്നത്. ഇത് നോർമലാണ്. ഇതിലെ ആ നോർമൽ കമ്പോണൻ്റാണ് ഡോപ്ലർ എഫക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയൽ. ക്ലിയർ ആയോ? മറ്റൊന്ന്, ഇതിനൊരു സൈൻ കൺവെൻഷൻ ഉണ്ട് NCERT-യിൽ. എന്താണെന്നറിയാമോ?
ആ നോർമൽ കമ്പണൻറ്റ് എർത്തിലേക്കാണ്. നമ്മുടെ ഈ പിക്ചറിൽ കൊടുത്തപോലെ എർത്തിലേക്കാണെങ്കിൽ അത് നെഗറ്റീവ് എടുക്കണം. എർത്തിൽ നിന്ന് എവേ ആണെങ്കിൽ അത് പോസിറ്റീവ് എടുക്കണം. എവേ പോസിറ്റീവ്. എവേ ഫ്രം എർത്ത് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? സോ യു ജസ്റ്റ് ടേക്ക് ദീസ് ടു പാർട്ട് ഓഫ് ദി ഇക്വേഷൻ. രണ്ട് ഭാഗത്ത് മൈനസിൽ നിന്ന് കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ, നോക്കൂ, ഡെൽറ്റ ലാംഡ വേവ് ലെങ്ത്തിലെ ചേഞ്ചാണ്. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വി റേഡിയൽ ഡിവൈഡ് ബൈ സി ആണ്. നിങ്ങളോട് ചോദിച്ചത് ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ ആണ്. സോ ദാറ്റ്സ് വാട്ട് വി വാണ്ട്. ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു വി റേഡിയൽ ഡിവൈഡ് ബൈ സി ആണ്. Set. Okay. So what is delta lambda? Delta lambda equal to lambda original wavelength എത്രയാണ്? അത് 5000 Armstrong ആണ്. ഇൻറ്റു റേഡിയൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? അത് 1.5 ഇൻറ്റു 10⁴ ടുവേർഡ്സ് എർത്ത് ആണ്. ടുവേർഡ്സ് എർത്ത് ആണെങ്കിൽ അത് എന്തായിരിക്കണം? അത് മൈനസ് ആയിരിക്കണം. ഞാനിവിടെ എഴുതാം. ഇൻറ്റു 1.5 ഇൻറ്റു 10⁴ ആണ്. പക്ഷെ അതിന് എന്തെടുക്കണം എന്നറിയാമോ? അതിന് മൈനസ് എടുക്കണം. ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ടുവേർഡ്സ് എർത്ത്. ഇത് മൈനസ് ഓഫ് ദാറ്റ് ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁸ ആണ്. ഓൾ റൈറ്റ്. സോ ദിസ് വിൽ ഗിവ് യു 5000 ആംസ്ട്രോങ് എന്നുള്ളത് എത്രയാണ്? 5 ഇൻറ്റു 10⁻⁻7 മൈനസ് സൈൻ അവിടെ വെച്ചേക്കാം. ഞാൻ അടുത്ത പേജ് വേണ്ട. 5 ഇൻറ്റു 10⁻⁻ മൈനസ് ആണ്. ഇൻറ്റു 1.5 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10⁸. 10⁸ 4. ഇപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്? 4 കിട്ടും. 10⁻⁴ മുകളിൽ വരുമ്പോൾ 10⁻⁻7 മൈനസ് 4 10⁻11 ആകും. 3 ഇവിടെ എത്രയാണ് പോകുന്നത്? 0.5 ആണ്. 0.5 ഇൻറ്റു 5 എത്രയാണ്? അത് 25 ആണ്. അല്ല, 0.5 ഇൻറ്റു 2.5 ആണ്. 2.5 ഇൻറ്റു 10⁻⁻7. 2.5 ഇൻറ്റു 10⁻⁻7 എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 1000 ഇൻറ്റു 10⁻⁻10 ആണ്. സോറി, നോട്ട് ലൈക്ക് ദാറ്റ്. വി ജസ്റ്റ് വാണ്ട് ഇനി യൂണിറ്റ് നോക്കിയാൽ മതി. 2.5. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. മൈനസ് ഉണ്ട്. മൈനസ് ഇതിനെ -2.5 ഇൻറ്റു 1000 ഇൻറ്റു 10⁻⁻10 എഴുതിക്കൂടെ? എന്നാൽ 1000 ഇൻറ്റു 10⁻⁻10 ആണല്ലോ -7. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആംസ്ട്രോങ്ങിൻ്റെ വാല്യൂ. ഓ, ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? ഓ സോറി മക്കളെ, ഒരു ചെറിയ കൺഫ്യൂഷൻ. മൈനസ് സൈൻ ഇടയ്ക്ക് കയറിയിട്ടാണ്. 1 സെക്കൻഡ്. ഇവിടെ ഒന്നുകൂടെ നോക്കട്ടെ. 5000 ആംസ്ട്രോങ് ആണ്. 1.5 ഇൻറ്റു 10⁻⁴ ആണ്. സ്പീഡ് 3 ഇൻറ്റു 10⁻8 ആണ്. സോ ദിസ് വിൽ ഗിവ് യു 5 ഇൻറ്റു 10⁻⁻7. അല്ല വേണ്ട, നമുക്കത് ആംസ്ട്രോങ്ങിൽ ആൻസർ ആംസ്ട്രോങ്ങിലല്ലേ വേണ്ട. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ ആംസ്ട്രോങ്. അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 5000 ഇൻറ്റു മൈനസ് വരും 1.5 ഇൻറ്റു 10⁻⁴ എടുക്കാം. ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10⁻8 എടുക്കാം. 3 ഇവിടെ എത്ര ടൈംസാണ് പോകുന്നത്? 0.5 ആണ്. 10⁻⁴ ഇവിടെ എത്ര കിട്ടുന്നു? 10⁻⁴ കിട്ടുന്നു. 10⁻⁴ എന്ന് വെച്ചാൽ ഇത് 5 ഇൻറ്റു, അതായത് -5 ഇൻറ്റു 5000 ഡിവൈഡഡ് ബൈ 10⁻⁴ എന്ന് വെച്ചാൽ 10,000 ആണ്. ഇൻറ്റു 0.5 ആണ്. ദിസ് വിൽ കട്ട് 5 ഇൻറ്റു 0.5. ഇത്രയും ആംസ്ട്രോങ് ആണ്. ഇത്രയും ആംസ്ട്രോങ് ആണ് നിങ്ങളുടെ ആൻസർ. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് ചെക്കഡ്. ഓക്കെ. ഇനി ഇതിൻ്റെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദറ്റ് മൈനസ് സൈൻ? മൈനസ് സൈൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? മൈനസ് സൈൻ്റെ മീനിങ് എന്താ? മൈനസ് സൈൻ സേസ് ദാറ്റ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ വേവ് ലെങ്ത്.
വേവ് ലെങ്ത് കുറയുന്നു. ഓക്കെ, ഇതൊരു ഷോർട്ട് കട്ട് ഇക്വേഷനാണ്. ഇൻ്റർഫെറൻസിൽ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഇക്വേഷനാണ്. ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഐ മാക്സിമം, ഇവിടെ ഒരു ടേം കാണാം, ഐ മാക്സിമം മൈനസ് ഐ മിനിമം ഡിവൈഡഡ് ബൈ ഐ മാക്സിമം പ്ലസ് ഐ മിനിമം. ഇതിനെയാണ് ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറയുന്നത്. 1 second. This is called fringe visibility. It's called fringe visibility. I maximum minus I minimum by I maximum plus I minimum. ഈ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ വാല്യൂ 0 തൊട്ട് 1 വരെ ആയിരിക്കും. ഫ്രിഞ്ച് വിസിബിലിറ്റി 1 ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഫ്രിഞ്ച് വിസിബിലിറ്റി 1 ആവണമെങ്കിൽ I minimum must be equal to 0. ഐ മിനിമം 0 ആകുമ്പോൾ ഐ മാക്സിമം ബൈ ഐ മാക്സിമം ഫ്രിഞ്ച് വിസിബിലിറ്റി 1 ആയിരിക്കും. ഈ ഐ മാക്സിമം ഐ മിനിമം ഈക്വൽ ആണെങ്കിൽ ഫ്രിഞ്ച് വിസിബിലിറ്റി 0 ആയിരിക്കും. ഈ ഫ്രിഞ്ച് വിസിബിലിറ്റി ഐ മാക്സിമം മൈനസ് ഐ മിനിമം ബൈ ഐ മാക്സിമം പ്ലസ് ഐ മിനിമം എന്ന് പറഞ്ഞാൽ ഇഫ് യു വർക്ക് ഔട്ട് യു വിൽ സീ ദാറ്റ് ഇവിടെ രണ്ട് സോഴ്സുകളുടെ റേഷ്യോ I1 ബൈ I2 റേഷ്യോ എത്രയാണ് തന്നിരിക്കുന്നത്? N ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐ മാക്സിമം ഐ മിനിമം റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാമോ? ഐ മാക്സിമം ചെയ്യുന്നത് റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ അല്ലേ? I1 ബൈ I2 ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ I1ൻ്റെ അർത്ഥം എന്താണ്? അത് N ഇൻറ്റു I2 ആണ്. You substitute that one here and take the ratio I maximum by I minimum, then you will get option 2 root N by 1 plus N as answer. അപ്പോൾ ഇത് ഇൻ കേസ് ചോദിച്ചാൽ ഡയറക്റ്റ് ചെയ്യാനാണ് ഈ ഷോർട്ട് കട്ട്. വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഇത് ചെയ്യാനുള്ള സമയമൊന്നും നോക്കണ്ടല്ലോ. വി വോണ്ട് ഹാവ് ഇനഫ് ടൈം, സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ദിസ്. ഓക്കെ, 2 root N divided by N plus 1. Yes. അടുത്തത്, in Young's double slit experiment, the slits are 2 mm apart and are illuminated by photons of 2 wavelength lambda 1 equal to 12,000 Armstrong and lambda 2 is equal to 10,000 Armstrong. At what minimum distance from the common central bright fringe on the screen, 2 meter from the slit, will a bright fringe from one inference pattern coincide with the bright fringe from the other? രണ്ട് വേവ് ലെങ്ത്. ഇത് ആക്ച്വലി ഈ ഇൻ്റർഫെറൻസ് അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഇൻ്റർഫെറൻസിൽ നമ്മൾ ഇങ്ങനെ പാറ്റേൺ വരയ്ക്കാറുണ്ട്, ഇത് ഒരു ഫ്രിഞ്ച്, ഒരു കളറിൻ്റെ പാറ്റേൺ ആണ്. ആ വെർട്ടിക്കൽ ലൈൻ കാണിക്കുന്നത് സെൻട്രലാണെന്ന് കാണിക്കാനാണ്. ഈ സെൻട്രലിലെ എല്ലാ വേവുകളും മാക്സിമം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു വേവ് ലെങ്ത് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും ഇല്ലേ? ഈ സെൻറ്ററിൽ കണ്ടില്ലേ, രണ്ടുപേരും മാക്സിമം മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് പോയിൻ്റ് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് കാണാം മാക്സിമം മീറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഈ ലൈനിൽ, അതായത് ഈ എ എന്ന് വരച്ച ലൈനിൽ, അതിൽ ഒരെണ്ണത്തിൻ്റെ മാക്സിമം മറ്റേതിൻ്റെ മിനിമം ആണുള്ളത്. മറ്റൊരു പോയിന്റിൽ നോക്കൂ, ഒരെണ്ണത്തിൻ്റെ മാക്സിമം മറ്റേതിൻ്റെ മിഡ് പോയിൻറ്റും ആണുള്ളത്. അപ്പോൾ എവിടെയാണ് ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്? അറ്റ് വാട്ട് മിനിമം അവർ മിനിമം ഡിസ്റ്റൻസ് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? അതും പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തോട്ടെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് സെൻട്രൽ ഫ്രിഞ്ചിൻ്റെ, അതായത് ഇത് സെൻട്രൽ ഫ്രിഞ്ച് ആണെങ്കിൽ ഇങ്ങനെയാണ് ഫ്രിഞ്ചസ് ഉണ്ടാവുന്നത്. മറ്റൊരു വേവ് ലെങ്ത് വരുമ്പോൾ അതിൻ്റെ ഫ്രിഞ്ച് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ മാക്സിമം മീറ്റ് ചെയ്തു, ഇങ്ങനെ പോയി, വീണ്ടും മാക്സിമം മീറ്റ് ചെയ്തു. അതായത് മാക്സിമാസ് ഇവിടെ മീറ്റ് ചെയ്യാം, വീണ്ടും ഇവിടെ മീറ്റ് ചെയ്യാം, വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ആദ്യം മീറ്റ് ചെയ്യുന്ന പോയിൻ്റില്ലേ, ആദ്യം മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അതാണ് മിനിമം ഡിസ്റ്റൻസ്. രണ്ടാമത്തത് നെക്സ്റ്റ് ഡിസ്റ്റൻസ്, ഇങ്ങനെ മിനിമം, അതാണ് മിനിമം എന്ന് പറയുന്നത്. മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ കോമൺ സെൻട്രൽ മാക്സിമം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടൈം മീറ്റിംഗ്
കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? n fringes of longer wave, അവിടെ n+1 beat of longer wave, beat of shorter wave ആയിരിക്കും. n beat of longer എന്തിന് ഈക്വൽ ആയിരിക്കണം? n+1 beat of shorter wavelength ആണ്. ഓക്കെ, സോ വാട്ട് യു ഡു ഹിയർ? ഇനി നോക്കുക, n ഇൻറ്റു ബീറ്റ ലോങ്ങർ എന്ന് പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ലാംഡ ലോങ്ങർ ഇൻറ്റു d/d ഈക്വൽ ടു n+1 ലാംഡ ഷോർട്ടർ ഇൻറ്റു d/d. Adil Ashraf, thank you for that. 10+ hours of continuous classes. Please take a rest. Of course, ഈ 10 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന പ്രായമൊന്നുമല്ല എൻ്റെത്. ബട്ട് ഇറ്റ് ഹാപ്പൻ ടു ബി ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇന്ന് നമ്മൾ നമ്മുടെ നീറ്റ് ബാച്ചസിൻ്റെ ഫിസിക്സും ഒക്കെ ഒരു കൾമിനേഷൻ പോയിന്റിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ക്വിക്കസ്റ്റായിട്ട് റിവിഷൻ കൊടുക്കാനുമുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും, ഞാൻ മാത്രമല്ല സൈലത്തിലെ എല്ലാവരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിൻ്റെ ഒരു സ്ട്രഗിളിലാണ്. ബട്ട് ഓഫ് കോഴ്സ് വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ് ബിക്കോസ് പെട്ടെന്ന് തീർത്ത് റിവിഷൻ തുടങ്ങിയാലാണ് റിവിഷനിലാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ JEE മെയിൻസിൽ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ കുറച്ചുകൂടെ താല്പര്യത്തോടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും. എനിവേ, താങ്ക് യു ഫോർ ദ കൺസേൺ. ഐ വിൽ ഷെയർ ദിസ് ടു എവരി വൺ ഇൻ അവർ ഓർഗനൈസേഷൻ Xylem, ഇൻക്ലൂഡിങ് സ്റ്റാർട്ടിംഗ് ഫ്രം Anandu sir to the maybe the cleaning staff. Everyone is working hard for your success. Okay, എല്ലാവരും. അതുകൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ വരാം, ഇത് രണ്ടും കട്ട് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത്, എപ്പോഴും ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ്: n ലാംഡ ലോങ്ങർ എന്തിന് ഈക്വലാണ്? n+1 ലാംഡ ഷോർട്ടർ. ഇത് കാണാതെ പഠിക്കാം. ഇതേ കോൺസെപ്റ്റുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ നീറ്റിൽ സിമ്പിൾ പെൻഡലത്തിൻ്റെ കേസിൽ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ JEE മെയിൻസിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് വേവ് ഒപ്റ്റിക്സിലെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യനാണ്. ഇനി n ലാംഡ ലോങ്ങർ എത്രയാണ്? ഇതിൽ 2 ലാംഡ 12,000ഉം 10,000ഉമാണ്. n ഇൻറ്റു 12,000 കൊടുക്കുക, ഇപ്പുറത്ത് n+1 ഇൻറ്റു 10,000 കൊടുക്കുക. ആംസ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 കട്ട് ചെയ്ത് പോകും. 12 ഇവിടെ കിട്ടും, ഇവിടെ 5 കിട്ടും, ഇവിടെ 6 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6n ഈക്വൽ ടു 5 ഇൻറ്റു n+1 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 6n ഈക്വൽ ടു 5n+1 ആണ്. That means n equal to 1. 6 minus 5, n is equal to 1. ഫസ്റ്റ് ഫ്രിഞ്ച് ആണ് അവിടെ. അതായത് ഇതിൻ്റെ അർത്ഥം ലോങ്ങർ വണ്ണിൻ്റെ ഒരു ഫ്രിഞ്ചും ഷോർട്ടർ വണ്ണിൻ്റെ 2 ഫ്രിഞ്ചുമാണ് അവിടെ ഉണ്ടാവുക. ലോങ്ങർ വണ്ണിൻ്റെ ഒരു ഫ്രിഞ്ചും ഷോർട്ടർ വണ്ണിൻ്റെ ഒരെണ്ണം. അപ്പം ഇത് മീറ്റ് ചെയ്യുന്നത് എത്ര ദൂരത്തിലാണ്? വാട്ട് ഈസ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത്. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആ ഡിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റ് പറയാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ലോങ്ങർ വേവ് ആണ്. ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ദ ലോങ്ങർ വേവ് ആണ്. അല്ലെങ്കിൽ 2 ടൈംസ് ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ഷോർട്ടർ വേവ് ആണ്. ഇനി ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ലാംഡ d/d അല്ലേ? ഇത് ലാംഡ ലോങ്ങറിൻ്റെ വാല്യൂ. ലാംഡ ലോങ്ങർ എത്രയാണ്? 12,000 ആംസ്ട്രോങ് ഇൻറ്റു 10⁻⁻10 ഇൻറ്റു d എത്രയാണ്? 2 മീറ്റർ ആണ് d തന്നിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് 2 മീറ്റർ ഡിവൈഡഡ് ബൈ സ്മോൾ d എത്രയാണ്? 2 ഇൻറ്റു 10⁻³ ആണ്. സോ ദിസ് 2 and 2 ക്യാൻസൽ. ഓക്കെ, somewhere okay, anyway just make the calculation. I think that is how you get it. 2 times 12,000 10,000. What minimum distance? 2 millimeter apart, 2 meter, 2 and 2 cancel, lambda 2. I should be getting 12 but it's 6 here. Anyway, I think somewhere I have gone wrong. Maybe I am tired. Anyway, please do this calculation and that will be the answer for that one. Okay, എന്തായാലും ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. At the first minimum adjacent to the central maximum, a single slit diffraction pattern, the phase difference between Huygens wavelet from the edge of the slit and the wavelet from the midpoint of the slit. First minimum adjacent to the, ഇത് നോക്കൂ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മുടെ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിൽ
ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിൽ മാക്സിമം മിനിമം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു പോയിന്റിൽ നോക്കൂ, അറ്റ് ഫസ്റ്റ് മിനിമം അഡ്ജസൻറ്റ് ടു ദ സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമം ഇതാണ്, സെൻട്രൽ മാക്സിമം ഇത് ഫസ്റ്റ് മിനിമമാണ്. ഫസ്റ്റ് മിനിമം ഉണ്ടാവണമെങ്കിൽ രണ്ട് എൻഡിൽ നിന്നുള്ള വേവ് ലെങ്ത്തുകൾ വേവ്സുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ലാംഡ ആയിട്ട് മാറേണ്ടത്. കാരണം നമ്മൾ മാക്സിമത്തിൻ്റെ ലൈക്ക് മിനിമയുടെ ഇക്വേഷൻ പറയുന്നത് എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡയാണ്. അപ്പോൾ എ സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ഫോർ ഫസ്റ്റ് മിനിമയിൽ ഈ എ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാത്ത് ഡിഫറൻസ് ആണ്, അത് ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം. എ സൈൻ തീറ്റ പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് ആര് തമ്മിലുള്ളതാണ്? ഈ അപ്പർ പോയിൻ്റിൽ നിന്നും ലോവർ പോയിൻ്റിൽ നിന്നും വരുന്ന വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, അത് ലാംഡ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്നും ഒരു എഡ്ജിലും വരുന്നത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പാത്ത് ഡിഫറൻസ് അതിൻ്റെ പകുതിയായ λ/2 ആയിരിക്കും. ഇവർ ഫേസ് ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു ലാംഡ 2π ആണ്, 2π/2 ആണ്. അതുകൊണ്ട് ആ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കണം? π റേഡിയൻ ആയിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. പിന്നെ പോളറോയിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ രണ്ട് പോളറോയിഡ് P1 ആൻഡ് P2 അവർ വെച്ചിരിക്കുന്നത് P1 ഞാനിങ്ങനെ വരയ്ക്കും, നേരത്തെ വരച്ചതാണല്ലോ, അതുകൊണ്ട് മനസ്സിലാവുമായിരിക്കും. ഇത് P1 ആണ്, ഇത് P2 ആണ്. P1 P2 P1ഉം P2ഉം തമ്മിലുള്ള ആംഗിൾ അത് ക്രോസ്ഡ് ആണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ. അൺപോളറൈസ്ഡ് ലൈറ്റ് I0 ഇവിടെ വരുന്നു. അപ്പോൾ ഫസ്റ്റ് പോളറോയിഡ് അത് I0/2 ആക്കും. തേർഡ് പോളറോയിഡ് ഇതിൻ്റെ ഇടയിൽ വയ്ക്കുന്നു. ഓക്കെ. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്, ഈ ആംഗിളും 45 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ ഇപ്പോൾ നോക്കട്ടെ, ഈ ഇൻറ്റൻസിറ്റിയെ ഇത് തേർഡ് പോളറോയിഡാണ്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I3 എന്നും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I2 എന്നും വിളിക്കാം. നേരത്തെ നമ്മൾ I3 കണ്ടുപിടിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പോളറോയിഡ് എന്ന് വരുന്നത് I0/2 ഇൻറ്റു cos സ്ക്വയർ 45 ഡിഗ്രിയാണ്. ഇത് നമ്മൾ നേരത്തെ I0/4 കണ്ടുപിടിച്ചതാണ്. ഇനി ഇത് വേണം സെക്കൻഡ് പോളറോയിഡിലൂടെ വരാൻ. അപ്പോൾ I ത്രൂ ദ സെക്കൻഡ്, പ്ലീസ് നോട്ട്, ആ 2ഉം 3ഉം ശ്രദ്ധിക്കുക. ഇത് 3 കണ്ടുപിടിച്ചു, 2 ആണ് വരുന്നത് അടുത്തത്. അത് I0/4 ഇൻറ്റു cos സ്ക്വയർ 45 ഡിഗ്രി ആയിരിക്കും. ഇത് I0/8 ആയിരിക്കും. ഇത് ഈ വർഷത്തെ JEE മെയിൻസിന് ഞാനൊരു പേപ്പറിൽ കണ്ടതാണ്. I0/8 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇത് NCERTയിൽ എക്സാമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തത് ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് നിർത്താം. ഇത് ഒരു ഇത്തിരി ഹൈ ലെവൽ കോൺസെപ്റ്റാണ്. 2 coherent point sources S1 and S2 are separated by a small distance d as shown. The fringes obtained on the vertical screen will be. ഇത് കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? ഒരു വെർട്ടിക്കൽ വാളിൻ്റെ, ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ വാള്, ആ വാളിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക പെർപെൻഡിക്കുലറായിട്ട്. ആ ലൈനിൽ മുമ്പിലൊരു സോഴ്സ് വയ്ക്കുക, പുറകിലൊരു സോഴ്സ് വയ്ക്കുക. അതായത് ഇങ്ങനെ പറയാം, എൻ്റെ ഈ കൈയാണ് ഒരു സോഴ്സെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിലൊരു സോഴ്സ് ഇങ്ങനെ വരുന്നു. ഇവിടെ നിന്നാണ് ലൈറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കാം. ഇത് വോളാണ്, ഇവിടെ ഒരു സോഴ്സ്, ഇവിടെ ഒരു സോഴ്സ്. ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു പോയിന്റിൽ ഇവിടെ നിന്നൊരു ലൈറ്റ് വേവ് വരും. ഇവിടെ നിന്നൊരു ലൈറ്റ് സോഴ്സ് വരും. ഇത് രണ്ടും ഒരേ ഫേസിലാണെങ്കിൽ യു വിൽ ഗെറ്റ് എ മാക്സിമം ഹിയർ. ഇതുപോലെ താഴേക്കും ലൈറ്റ് പോകുന്നുണ്ടാവും, രണ്ട് ലൈറ്റ് സോഴ്സുകൾ താഴേക്ക് പോകുന്നുണ്ടാവും. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? മാക്സിമം. സോ ആ വാളിൽ അതിന് ചുറ്റുമായിട്ട്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നിന്ന് മുകളിലെ പോയിന്റിലെ കാര്യം ഞാൻ പറഞ്ഞു, താഴത്തെ പോയിന്റിലെ കാര്യം പറഞ്ഞു, അതുപോലെ റൈറ്റ്സിലും ലെഫ്റ്റിലും ഒക്കെ ചുറ്റും ഉണ്ടാകുമ്പം ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു സർക്കിൾ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സർക്കുലറായിട്ടായിരിക്കും ആ ചുമരിൽ മാക്സിമം മിനിമം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ഇതിൻ്റെ ആൻസർ. ഇതൊന്ന് ആലോചിച്ച് നോക്കുക മക്കളെ, ഇത് തിങ്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഒരാൾ പറയുന്ന കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് വി ആർ വൈൻഡിങ് അപ്പ് അവർ ലൈവ് സെഷൻ നൗ. ഹോപ്പ് ടു മീറ്റ് യു വിത്ത് അതർ ടോപ്പിക്. നമ്മൾ ലൈക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലും നമ്മൾ പിന്നെ നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഇവിടെയും മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്ടിന് ഐ സല്യൂട്ട് യുവർ എഫേർട്ട്.
നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് ഈ വർഷം നമുക്ക് നല്ല ഒരു പെർസെൻറ്റേജ് കിട്ടണം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്, നോട്ട് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.